Thank you, Jesus. ഹായ്, പ്രൈസ് ലോട്ട്. കർത്താവിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് വന്ദനം. വീണ്ടും നമ്മുടെ പഠനത്തിലേക്ക് വരികയാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ഫോർ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹെവൻ ഇൻവേഴ്സ് എർത്ത് എന്ന ഒരു ടൈറ്റിലാണ് നമ്മൾ തിരുവെഴുത്തുകളെ പഠിക്കുന്നത്. സ്വർഗം ഭൂമിയെ കീഴടക്കുന്നു. ദൈവവചനത്തിലെ ഒരു പെർഫെക്റ്റ് വ്യൂ, ഒരു മുഴു ചിത്രമാണ് നമ്മൾ പഠനവിധേയമാക്കിയിരിക്കുന്നത്. നിശ്ചയമായിട്ടും വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ക്രമമായിട്ട് ധ്യാനിച്ചു വരുന്നത്. അതിലെ 2 പ്രധാന പദപ്രയോഗങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ദിവസങ്ങളിൽ വിശദീകരിക്കുന്നത്. 2 പ്രധാന പദങ്ങൾ, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അറിയേണ്ടതായ പ്രധാനപ്പെട്ട 2 പദങ്ങളാണ്. അത് ലോകം അല്ലെങ്കിൽ രണ്ടാമത്തേത് ഭൂമി എന്ന 2 പദങ്ങളാണ്. ദ വേൾഡ് ആൻഡ് ദി എർത്ത്. സോ എർത്ത് എന്ന് പറയുന്നത്, വേൾഡ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇത് ഞാൻ കുറച്ച് നേരം ഇത് എടുക്കാനുള്ള കാരണം, ഈ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കപ്പെടണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ വിഷയങ്ങൾ എത്തണം. എത്തിയെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് ദൈവരാജ്യം സംബന്ധിച്ചുള്ളതായ ബോധ്യത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. കാരണം ഇവിടെ ക്രിസ്തീയ സഭ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ് കൃത്യമായ ഒരു ധാരണയിലല്ല. കാരണം 100 സഭാവിഭാഗങ്ങളുണ്ടെങ്കിൽ അതിൽ 200 ആശയങ്ങളാണ്. അതിനകത്ത് 300 സ്വർഗങ്ങളാണ്, 400 നരകം കാണും. ഡോക്ടറിനകത്തൊന്നും ഒരു യാഥാർത്ഥ്യമില്ല. ദൈവത്തെ സംബന്ധിച്ച വെളിപ്പാടിൽ തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൃത്യമായിട്ടൊരു ബോധ്യമില്ല. ആർക്കും തന്നെ വളരെ ക്ലിയറായിട്ടാണ് ഞാൻ പറയുന്നത്. ഏത് സഭാവിഭാഗത്തെ എടുത്താലും വ്യത്യസ്തമായ വീക്ഷണങ്ങളിലാണ് ദൈവത്തെ സംബന്ധിച്ചുള്ളതായ ചിന്തകൾ. സോ ഒരു ഏകീകൃതമായ ചിന്ത, നമ്മളിപ്പം ലോകത്തിൽ മനുഷ്യരാശിയുടെ മുമ്പിൽ പ്രപഞ്ചത്തിൻ്റെ രക്ഷകൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ, ഇതിനപ്പുറത്ത് വേറൊരു മെസ്സേജ് ഇല്ല. അവകാശവാദവുമായിട്ട് മറ്റ് മതങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്കറിയാം. അള്ളാഹു ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് നൽകിയതാണ്, പിന്നെ പടച്ചോൻ ഇങ്ങനെ നൽകിയ, ഇതിനപ്പുറത്ത് വേറെ എന്നൊക്കെ പറയുന്ന മതങ്ങൾ വേറെ ഉണ്ട്. അതുമായിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ അല്ല. പക്ഷെ ദൈവം മനുഷ്യരാശിയുടെ മുമ്പിൽ വെച്ചേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദ അൾട്ടിമേറ്റ് മെസ്സേജാണ് ഗോസ്പൽ. ആ ഗോസ്പലിനെ സംബന്ധിച്ച് തന്നെ വൈരുദ്ധ്യങ്ങളാണ്. വൈരുദ്ധ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 10 പാസ്റ്റർമാരെ ഒരുമിച്ച്, അല്ലെങ്കിൽ 10 ശുശ്രൂഷകന്മാരെ, ബൈബിൾ ടീച്ചേഴ്സിനെ ഒരുമിച്ച് നമ്മൾ നിർത്തിയാൽ നമുക്ക് 25 തിയോളജി കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു ധാരണയിൽ ആണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് പോകുന്നത്. അപ്പം ഈ വലിയ സമൂഹത്തിൻ്റെ നടുവിൽ, ഈ സമുദ്രം പോലെ കിടക്കുന്ന ഇതിൻ്റെ നടുവിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിതിൻ്റെ കരയിലിരുന്നുകൊണ്ട് കുറച്ച് പേരോട് ധാരണകൾ, സത്യങ്ങൾ നമുക്ക് പറയാം, ചിന്തിക്കാം. എന്താണ് സത്യമെന്ന് ചിന്തിക്കാം. ഇപ്പം ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ചിന്തകളെല്ലാം ഇരുമ്പോലൊക്കെയാണ്, അത് ഒരിക്കലും ദഹിക്കാൻ പറ്റില്ല, അത് പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല. എനിക്ക് ലഭിച്ച ഒരാശയത്തെ, ഈ ആശയങ്ങളെ പിന്തുടരാനും അറിയാനും ആഗ്രഹിക്കുന്ന ആളുകളോട് കൈമാറുന്നു എന്നേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേൾഡ് എന്ന വിഷയമാണ്. ഞാൻ രണ്ടാമത്തെ 2 ക്ലാസ്സുകൾ ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചു വരികയാണ്. ഇത് 3ാമത്തെ നമ്മുടെ എപ്പിസോഡാണ്. ദ വേൾഡ്, നമുക്കറിയാം, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. അപ്പം ലോകം എന്ന പദങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ ബൈബിളുണ്ട്. യേശു തന്നെ പറഞ്ഞു, ഇത് ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു. മറ്റിടത്ത് പറയുന്നു, ലോകത്തിൻ്റെ പ്രഭു വരുന്നു. വേറൊരിടത്ത് യേശു പറഞ്ഞു, ഞാൻ വെളിച്ചമാകുന്നു. വേറൊരിടത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശിപ്പിക്കുന്ന ജ്യോതിസുകളാണ്. മറ്റൊരു സ്ഥലത്ത് വേദോസം പറഞ്ഞു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. മറ്റൊരിടത്ത് പറയുന്നു, ഈ ലോകത്തിൽ നിന്ന് അവരെ എടുക്കരുത്, അവരെ ഈ ലോകക്കാരല്ല. സോ എത്രയോ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ആവർത്തിച്ച് പറയുക ലോകം. അപ്പം ഈ വാക്യം നമ്മുടെ മനസ്സിൽ, ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇത് ഞാൻ വീണ്ടും ശാന്തമായിട്ടിരുന്നത് നിങ്ങളുടെ ഉള്ളിലകത്തേക്ക് കൊണ്ടുവരിക. കുറേ നമ്മൾ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ ഉള്ളിൽ സ്ഥിരപ്പെടണം. സ്ഥിരപ്പെട്ടെങ്കിലേ ദൈവരാജ്യത്തിൻ്റെ പണി നമുക്ക് നിശ്ചയമായിട്ട് നടത്താനായിട്ട് പറ്റത്തും. സോ ജീസസ് കെയിം ടു ദിസ് എർത്ത്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ജീസസ് കെയിം ടു ദിസ് എർത്ത് ടു സേവ് ദ വേൾഡ്. ജീസസ് കെയിം ടു ദിസ് എർത്ത് ടു സേവ് ദ വേൾഡ്. ദൈവം പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ അയക്കപ്പെട്ടത്, ഈ ഭൂമിയിലേക്ക് അവനെ അയച്ചത് ലോകത്തെ രക്ഷിക്കാനാണ്. സോ ഭൂമി എന്ന് പറയുന്നതും ലോകം എന്ന് പറയുന്നതും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഭൂമി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഫിസിക്കൽ പ്ലാനറ്റാണ്. മൃഗങ്ങളും സസ്യജാലങ്ങളും പറവകളും മനുഷ്യരും സമുദ്രവും മലകളും എന്ന് വേണ്ട നമുക്ക് കാണാൻ പറ്റുന്ന ഫിസിക്കൽ സൃഷ്ടി ക്രിയേഷൻസ് എല്ലാം കൂടെ ചേർന്ന ഈ പ്ലാനറ്റിനെയാണ് എർത്ത് എന്ന് പറയുന്നത്. ഈ എർത്തിന് ഒന്നും പറ്റിയിട്ടില്ല. ഈ എർത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. നമ്മളിത് മനസ്സിലാക്കണം. ഈ എർത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് when Jesus Christ resurrected from the dead, ആ ക്രൈസ്റ്റിൻ്റെ റിസറക്ഷനിൽ ദിസ് ഓൾ പ്ലാനറ്റ്, ദി ഓൾ കോസ്മോസ്, നമ്മൾ കാണുന്ന ഈ മെറ്റീരിയൽ വേൾഡ് മൊത്തം ക്രിസ്തുവിനാൽ, അവൻ്റെ ഉയർപ്പിനാൽ റീബോൺ ആയതാണ്. അതായത് വീണ്ടും ജനിച്ചതാണ്. കാരണം ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിക്കുന്ന നമ്മുടെ കർത്താവ്, ആ സൃഷ്ടിച്ച കർത്താവ്, ആ സൃഷ്ടിതാവ് ആ ഭൂമിയെ മൊത്തം, ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും ഇങ്ങനെ വഹിക്കുന്നവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹോൾഡ് ചെയ്യുന്നവൻ. ഈ ഹോൾഡ് ചെയ്യുന്ന ആളാണ് ബേത്ലഹേമിൽ ജനിച്ച് ഗോൽഗോദായിൽ മരിച്ചത്. സോ ബേത്ലഹേമിൽ ജനിച്ച് ഗോൽഗോദായിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ് മരിക്കുമ്പോൾ ഈ താൻ എന്തിനെയൊക്കെയാണോ ഹോൾഡ് ചെയ്തിരുന്നത് അതിനെയെല്ലാം, ആ മുഴുവൻ കോസ്മോസിനെയും മുഴുവൻ യൂണിവേഴ്സിനെയും, ഈ കാണുന്ന മെറ്റീരിയൽ ആൻഡ് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ, സകല ക്രിയേഷൻസിനെയും ഒരുപോലെ ബാധിക്കുകയാണ്. When Jesus died, everything died. When Jesus resurrected, everything resurrected with Christ. ക്രിസ്തു മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. ക്രിസ്തു ഉയർത്തപ്പോൾ നമ്മൾ മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ്. ഇത് ഒത്തിരി തെറ്റായ പഠനങ്ങൾ നമ്മളിങ്ങനെ സങ്കുചിതമായിട്ട് നാരോ മൈൻഡിൽ, സുവിശേഷത്തിൻ്റെ വിശാലമായ വീക്ഷണം അറിയാതെ, ഈ എൻ്റെ വീട്ടിലെ ദോശയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദോശ എന്ന് പറയുന്ന ചിന്തയിൽ സുവിശേഷത്തെ കാണുന്ന ആളുകളുണ്ട്. നീ വീണ്ടും ജനിച്ചോ എന്ന് പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്. അതൊക്കെ വളരെ രസകരമായ തിയോളജി. അങ്ങനെ ആർക്കും സ്വന്തമായിട്ട് ജനിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം വിഡ്ഢിത്തരങ്ങളും ബോധമില്ലാത്ത സുവിശേഷമാണ്. ഇതൊന്നും ഒത്തിരി നാൾ മുമ്പോട്ട് പോകത്തില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുവിശേഷങ്ങൾ മുമ്പോട്ട് പോകത്തില്ല. വിഡ്ഢികളുള്ള ലോകത്ത് മാത്രമേ അത് നടക്കത്തുള്ളൂ. വിദ്യാസമ്പന്നരും ചിന്താശീലരുമായ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടും, തലകുനിക്കേണ്ടി വരും, സുവിശേഷത്തിന് വിലയില്ലാതെ പോകും. നീ വീണ്ടും ജനിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൊച്ചു പാവങ്ങൾ പറയും ഇല്ലെന്ന് പറയും. പക്ഷേ
അല്പം കൂടെ വിവരമുള്ള ആൾ ചോദിക്കും എങ്ങനെ സ്വന്തമായിട്ട് ജനിക്കുന്നതെന്ന്. അപ്പം നീ ബബ്ബ പറയേണ്ടി വരും. അത് വചനം നിന്റെ അകത്ത് പോകും, വചനം ഇങ്ങനെ ഗുണഗുണം, അതൊന്നുമല്ല വീണ്ടും ജനനം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ പുത്രൻ, when Jesus died, everybody died. When Jesus resurrected, everybody resurrected. Everybody resurrected. The all humanity, the all cosmos, all creations were reborn. മൊത്തം വീണ്ടും ജനിച്ചു. അതുകൊണ്ടാണ് ക്രൈസ്റ്റിന്റെ റിസറക്ഷനെ നോക്കി ബൈബിൾ പറയുന്നത്, പിതാവ് അവനെ ഉയർപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അല്ലെങ്കിൽ ഇവൻ്റെ പുത്രൻ, ഇന്നു ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം യേശുവിൻ്റെ റിസറക്ഷൻ എന്ന് പറയുന്നത് ബർത്താണ്. യേശുവിൻ്റെ റിസറക്ഷൻ എന്ന് പറയുന്നത് ജനനമാണ്, വീണ്ടും ജനനമാണ്. യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ അർത്ഥം യേശു വീണ്ടും ജനിച്ചു എന്നാണ്. അപ്പം യേശു മാത്രമല്ല ജനിച്ചത്, കാരണം ക്രൈസ്റ്റിൽ ദ ഓൾ കോസ്മോസ് ഈസ് ഇൻക്ലൂസീവ് ആണ്. ഇതാണ് അതിൻ്റെ ട്രൂത്ത്. ഇൻക്ലൂസീവ് ഗോസ്പൽ എന്ന് പറയും. സോ ഇൻക്ലൂസീവ് ആയിരുന്നു, മൊത്തം ആളുകളും കൂടെ, ഓൾ കോസ്മോസ്. എന്തിനേറെ പറയണം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മരങ്ങളും ചെടികളും വൃക്ഷങ്ങളും സസ്യലതാദികളും പെറ്റ് ഡോഗ്സും നമ്മുടെ വീട്ടിൽ വളരുന്ന ജന്തുക്കളും പ്രപഞ്ചത്തിലെ മൊത്തം ക്രിയേഷൻസ് മൊത്തം മുഴു ക്രിയേഷൻസ് റീബോൺ വെൻ ജീസസ് ക്രൈസ്റ്റ് റിസറക്റ്റഡ് ഫ്രം ദ ഡെഡ്. ഇതാണ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ഓഫ് ദ ഗോസ്പൽ. ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ഒറിജിനൽ റെവലേഷൻ പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് അതാണ്. അപ്പോൾ കോസ്മോസ് റീബോൺ ആകുക. അപ്പോൾ വാസ്തവത്തിൽ ഭൂമിയെ സംബന്ധിച്ച് ഭൂമിക്ക് ഒരു പ്രശ്നവും ഇന്നില്ല. ഇവിടുത്തെ പ്രശ്നം, അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ദൈവപുത്രന്റെ സൃഷ്ടിയായ ഈ പ്ലാനറ്റ്, ഫിസിക്കൽ പ്ലാനറ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അത് റീബോൺ ആണ്, അത് റെസ്റ്റോറേഷൻ സംഭവിച്ചു കഴിഞ്ഞു. അത് വീണ്ടും ഒരു പുതുമയുടെ പാതയിലാണ്. എന്നാൽ ഇവിടെ മാറ്റം സംഭവിക്കാത്തത് വേൾഡിനാണ്. എർത്ത് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് എർത്ത് നാച്ചുറൽ എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു മാൽഫങ്ഷൻ ഇല്ല. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പ്രകൃതി ഒരിക്കലും മാൽഫങ്ഷൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല നമ്മൾ. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പോരായ്മ കൊണ്ടാണ്. ഈ ഭൂമിയിൽ, അതായത് വേൾഡിലെ സിസ്റ്റത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് ഭൂമിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഭൂമി സ്വതവേ ഒരിക്കൽ പോലും ഒരു മാറ്റങ്ങൾക്കും വിധേയമായിട്ടില്ല. കാരണം അത് സൃഷ്ടിച്ചവൻ്റെ കൺട്രോളിലാണ്. അതിനെ അഴുക്കാക്കിയത് മനുഷ്യനാണ്. അപ്പം എർത്ത് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നോ ട്രീസ്. രണ്ട് മരങ്ങൾ തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യാറില്ല. രണ്ട് മൃഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാറില്ല. അല്ലെങ്കിൽ രണ്ട് മൃഗങ്ങളുടെ ഇടയിൽ പാർട്ടിയില്ല. മൃഗങ്ങളുടെ ഇടയിൽ വിഭാഗീയതയില്ല. മൃഗങ്ങൾ ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യുന്നത് അത് അറ്റാക്ക് ചെയ്യല്ല, അത് അവരുടെ ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ വെറുതെ പക വെച്ച് സൂക്ഷിക്കുന്നവരില്ല. കൊലപാതകങ്ങൾ ഇവരുടെ ഇടയിലില്ല. പക ഇതിനകത്തില്ല. ചതികൾ മൃഗങ്ങളുടെ ഇടയിലില്ല. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഇത് വീഴ്ച പറ്റാതിരിക്കുകയാണ്. ഇവിടെ വീഴ്ച പറ്റിയത് മനുഷ്യന് മാത്രമാണ്. അപ്പം ഭൂമിയുടെ ഏറ്റവും വലിയ അപകടം, ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഭൂമിയുടെ ഏറ്റവും വലിയ അപകടം പാപമല്ല. നമ്മുടെ ആളുകൾ ഇപ്പം പാപത്തിൻ്റെ പുറകിലാണ്. ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് സിൻ. മൺഡേ സിൻ, സൺഡേയിലും സിന്ന്, ട്യൂസ്ഡേയിലും സിന്ന്, ഫ്രൈഡേയിലും സിന്ന്, ഫാസ്റ്റിംഗ് പ്രയറിലും സിന്ന്, വർഷിപ്പ് യോഗത്തിലും സിന്നിൻ്റെ പുറകിലാണ് നമ്മൾ. The greatest danger of this earth is the fallen world system. The danger, the enemy of the earth, ഭൂമിയുടെ ശത്രു എന്ന് പറയുന്നത് ഈ വേൾഡ് സിസ്റ്റമാണ്. ഈ വേൾഡ് സിസ്റ്റം കറപ്റ്റഡ് ആണ്. വേൾഡ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് ഇരുളാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇരുളിൻ്റെ അധികാരത്തെ വിടുവിച്ച് തേജോമയനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ നമ്മെ ദൈവം ഇരുട്ടിൻ്റെ അധികാരമാണ് ഈ വേൾഡ് സിസ്റ്റത്തെ ഭരിക്കുന്നത്. ഡാർക്ക്നെസ്സിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചില നിർവചനങ്ങൾ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നതിന് എന്തർത്ഥം?
ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ പിന്നെ പാപം ചെയ്യുന്നില്ലേ? അപ്പോൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നാണ് രക്ഷപ്പെടേണ്ടത്? രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എവിടുന്ന? പാപത്തിൽ നിന്നാണോ? പാപത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ? പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾക്ക് വീണ്ടും പാപം ചെയ്യാൻ അധികാരമില്ല. എവിടെ നിന്നാണ് നമ്മളെ രക്ഷിക്കുന്നതെന്നറിയാം? ഇരുളിൻ്റെ അധികാരത്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്. ഇരുളിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസിൻ്റെ റൂളിംഗ് അതോറിറ്റി, അതായത് അബദ്ധങ്ങൾ, ഇഗ്നോറൻസ് നിലനിൽക്കുന്ന, അതായത് അറിവുകേടുകൾ നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കുക. അപ്പം നമ്മളെ ദൈവം വിടുവിക്കുന്നത് ഇരുളിൻ്റെ അധികാരം. അതുകൊണ്ടായി ബാപ്റ്റിസവും രക്ഷയും തമ്മിൽ ചിലർ കോർത്ത് പഠിപ്പിക്കാറുണ്ട്. ചില ആളുകൾ പഠിപ്പിക്കും സ്നാനപ്പെട്ടില്ല നരകത്തിൽ. അത് വിഡ്ഢികളാണ്. ആ വിഡ്ഢികളുടെ മെസ്സേജുകൾ കേൾക്കരുത്. വിഡ്ഢികൾ, ഞാൻ ഈ പറഞ്ഞ തെറ്റിദ്ധരിക്കുക. കാരണം ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പാമ്പറിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. അതങ്ങനെ റവറണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം. അല്ലാതെ വിഡ്ഢികളെന്ന് പറഞ്ഞാൽ മതി. എന്നാലേ നമുക്കതിനകത്ത്, കാരണം കാര്യമില്ല ഇനി പറഞ്ഞിട്ട്. കാരണം സ്നാനപ്പെട്ടില്ല നരകത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞത് പമ്പര വിഡ്ഢികളാണ്. കാരണം സ്നാനം എന്ന് പറയുന്നത് സാൽവേഷൻ ഫ്രം ദ വേൾഡ് സിസ്റ്റമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വേൾഡ് സിസ്റ്റത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കുമ്പോൾ ആ ഒരു ക്രിയയുടെ പേരാണ് വാസ്തവത്തിൽ ബാപ്റ്റിസം. ബാപ്റ്റിസം അതിനു വേണ്ടിയുള്ളതാണ്. അത് ചർച്ചിൻ്റെ ഭാഗമാകാനുള്ളതല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഡാർക്കൻഡ് വേൾഡിൽ നിന്ന് ഒരു ലൈറ്റ് വേൾഡിലേക്ക് വന്ന ആളുകൾക്ക് മാത്രമാണ് എക്ലീഷ്യയിൽ ദൈവം ആഡ് ചെയ്തിട്ടുള്ളൂ. അതാണ് അതിൻ്റെ പ്രധാന വിഷയം. എക്ലീഷ്യ, ദൈവത്തിൻ്റെ സഭയാകുന്ന എക്ലീഷ്യയിൽ, അതായത് ദൈവപുത്രനായ യേശു എന്ന മഹാരാജാവിൻ്റെ സെനറ്റിലെ മെമ്പറാകുന്നത് ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി വെളിച്ചത്തിലേക്ക് വന്ന ആ ആളുകളിലൂടെയാണ്. അവരാണ് നിർബന്ധമായിട്ട് ഈ ഈ ഈ രക്ഷ എന്നത് പ്രാപിച്ചത്. രക്ഷ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് സിസ്റ്റത്തിൽ. അതുകൊണ്ടാണ് ജീസസ് came to this earth to save the world. God loved the world. വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം എൻ്റെ കേൾവിക്കാരായ ആളുകൾ ഈ വിഷയത്തിനകത്ത് താറവായിരിക്കണം. ഇത് നാളെ ആര് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധിപ്പിക്കണം. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പോയി ആയിരങ്ങളെ 10,000 പഠിപ്പിക്കാനാണ്. 10,000 പഠിപ്പിക്കാനാണ്. അപ്പൊ എന്റെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദമുള്ള എന്നെക്കാൾ വലിയ വിശാലമായ നിങ്ങൾക്കുണ്ട്. സോ ഇത് നിങ്ങൾ ധൈര്യമായിട്ട് പറയാൻ വേണ്ടി. വേൾഡ് എന്ന അല്ലെങ്കിൽ കോസ്മോസ് എന്ന വാക്ക് നിങ്ങൾ ഗ്രീക്കിൽ പഠിച്ചാൽ മനസ്സിലാകുന്നത് ഗവേണിംഗ് സിസ്റ്റം എന്നാണ്. ഗവേണിംഗ് സിസ്റ്റം, പവർ ഓഫ് അതോറിറ്റി. ഞാനിത് 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. എനിക്കതിനകത്ത് വിരക്തി തോന്നുന്നില്ല. കാരണം ഇറ്റ് ഹാസ് ടു ബി സെറ്റിൽഡ്. കൺട്രോളിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഫോഴ്സസ് ഓഫ് ഇൻഫ്ലുവൻസസ്, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് സിസ്റ്റം ഓഫ് ദ വേൾഡ്, ഗവൺമെൻറ്. ഇതിനെല്ലാം വേൾഡ് എന്നാണ് പറയുന്നത്. വേൾഡ് നമുക്കറിയാം. ഫിലിം വേൾഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഫിലിം വേൾഡ്, സ്പോർട്സ് വേൾഡ്, എക്കണോമിക്കൽ വേൾഡ്, ബിസിനസ് വേൾഡ്. റിലീജിയൻ ഈസ് ഓൾസോ എ വേൾഡ് സിസ്റ്റമാണ്. റിലീജിയസ് വേൾഡ്. അപ്പോൾ ഹോളിവുഡ് ഒരു വേൾഡാണ്. ഫിലിം ഇൻഡസ്ട്രി ഒരു വേൾഡാണ്. ഇൻഡസ്ട്രി ഒരു വേൾഡാണ്. ഈ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് നമ്മുടെ ലൈവിൽ തന്നെ 7 മൗണ്ടൻസ് ഓഫ് ഇൻഫ്ലുവൻസസ് എന്നുള്ള ഒരു മെസ്സേജിൻ്റെ ഒരു ഇൻട്രോ പോലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വേൾഡ് സിസ്റ്റത്തിൽ നിന്നാണ്, ഈ വേൾഡ് സിസ്റ്റത്തെ രക്ഷിക്കാനാണ് യേശു വന്നത്. നമ്മൾ ശ്രദ്ധയോടെ പഠിക്കണം. യേശു വന്നത് ഈ വേൾഡ് സിസ്റ്റത്തെ രക്ഷിക്കാനാണ്. നമ്മൾ വിചാരിക്കുന്നത് ഓരോ മനുഷ്യൻ എതിനകത്താണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്? മനുഷ്യൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് ഈ സിസ്റ്റത്തിലാണ്. മനുഷ്യൻ കറപ്റ്റഡ് ആയത് ഈ സിസ്റ്റം മുഖാന്തരമാണ്. അപ്പോൾ ഈ സിസ്റ്റം ക്ലിയർ ആയാൽ, ഈ വേൾഡ് സിസ്റ്റം രക്ഷപ്പെട്ടാൽ അതിനകത്തിരിക്കുന്ന മനുഷ്യനും രക്ഷപ്പെടും. അപ്പോൾ കർത്താവിൻ്റെ പദ്ധതി അതാണ്. അല്ലാതെ നിങ്ങൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങളുടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിളിൽ എന്ത് കൂളായിട്ടാണെന്നറിയാം ആ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ ഈ പ്രാസംഗരുടെ ആവേശമൊന്നും ബൈബിളിനില്ല, യേശുവിന് പോലും ഇല്ല. അപ്പോൾ യേശുവിൻ്റെ അടുക്ക തന്നെ എത്രയോ പേര് വരുന്നുണ്ട്. യേശു പലരെയും നീ പോകാൻ പറഞ്ഞു. ചിലർ യേശു നിന്റെ പുറകെ വരാൻ ആഗ്രഹിക്കുന്നവർ, അവരെ കർത്താവ് എന്ത് ചെയ്യാണ്? നിരുത്സാഹപ്പെടുത്തുക, പൊക്കെ വരണ്ടെന്ന് പറയുക. അപ്പം നമ്മളെന്നെ പറയും, ഒരു ആത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വിലയേറിയതാണ്, എന്നിട്ടും എന്താ കർത്താവ് അവരെയൊക്കെ പറഞ്ഞയച്ചത് എന്നൊക്കെ വേണേൽ പറയും. അതൊക്കെ ശരിയാണ്.
പക്ഷേ യേശു ഓരോ ഇൻഡിവിജ്വലിൻ്റെ പുറകിൽ ഇങ്ങനെ പോയി, അയ്യോ നീ വന്നീ, അയ്യോ നീ നരകത്തിലോട്ടാ പോകും, നീ ഒന്ന് വന്നേ, നീ അങ്ങനൊന്നും അല്ലായിരുന്നു യേശുവിന്. യേശുവിൻ്റെ ആഗ്രഹം തന്നെ ഐ എം ഗോയിങ് ടു ചേഞ്ച് ദിസ് സിസ്റ്റം. ഹെവൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പദ്ധതി ഈ വേൾഡ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യണം. അതായത് ഓൾഡ് വേൾഡ് സിസ്റ്റത്തിലേക്ക് തിരിച്ചുകൊണ്ട് 2 വേൾഡാണ് ഈ ഭൂമിയിൽ. ഒന്ന് ദ ഡാർക്കൺഡ് വേൾഡ് ആൻഡ് ദ ലൈറ്റ്, അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് ലൈറ്റ്. ഒന്ന് ഡാർക്ക്നെസ്സിൻ്റെ രാജ്യം, ലോകം. രണ്ടാമത്തത് പ്രകാശത്തിൻ്റെ രാജ്യം. ഇത് രണ്ടും തമ്മിലാണ് യുദ്ധം. ഇത് തമ്മിൽ എപ്പോഴും വാറാണ്. ഇത് ഇരുളിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ന്യൂ വേൾഡാണ്. ന്യൂ വേൾഡ്, ഇരുളിൻ്റെ രാജ്യം ന്യൂ വേൾഡാണ്. പ്രകാശത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഓൾഡ് വേൾഡാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പറയാൻ പോകുന്നത് ഓൾഡ് വേൾഡാണ്. ഓൾഡ് വേൾഡ് മീൻസ് ദൈവം സ്ഥാപിച്ചത്, ഏദനിൽ ആരംഭിച്ചത്, മനുഷ്യ സൃഷ്ടിയുടെ പേർപ്പസ് ആൻഡ് ഡെസ്റ്റിനി. ദ പേർപ്പസ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് മാൻ ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് ഓൾഡ് വേൾഡ്. സോ ദാറ്റ് ആ ഓൾഡ് വേൾഡ് എന്ന് പറയുന്നത് കൺട്രോൾഡ് ബൈ ഗോഡ്. ഗോഡ് വാസ് ദ കിങ്. അപ്പം ദൈവഹിതമായിരുന്നു ആ ടെറിട്ടറിയിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവവുമായിട്ട് ഡിറക്റ്റ് റിലേഷൻഷിപ്പിലായിരുന്നു മനുഷ്യൻ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് ഓൾഡ് വേൾഡാണ്. So when Jesus came to this world, he condemned the world. ഇനി നിങ്ങൾ മനസ്സിലായി, he condemned the world. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 12-30-ാം അധ്യായം 30-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. ഇതാ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. The judgment of the world. Jesus Christ on the cross condemned the world. Not this point. Condemn the world. അതായത് he judged the world. Judged the world. ഈ വേൾഡിനെ ജഡ്ജ്. ഏത് വേൾഡിനെയാണ് ജഡ്ജ് ചെയ്തത്? ദ ന്യൂ വേൾഡിനെയാണ്. ന്യൂ വേൾഡ് മീൻസ് ഈ കറപ്റ്റഡ് വേൾഡ്, fallen world, darkened world, the world that is moved in ignorance, the world that didn't like the light. ഇരുളിനെ ഇഷ്ടപ്പെട്ട് വെളിച്ചത്തെ ഇഷ്ടപ്പെടാത്ത ഈ ന്യൂ വേൾഡ്, മോഡേൺ വേൾഡ്, അതിനെയാണ് ക്രൈസ്റ്റ് കണ്ടം ചെയ്തത്. ഇത് ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോകത്തിൻ്റെ ന്യായവിധി. ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളും. ലോകത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞാൽ ദ റൂളർ ഓഫ് ദി സിസ്റ്റം. ആൻഡ് ഐ ആം ഗോയിങ് ടു കാസ്റ്റ് ദ റൂളർ ഓഫ് ദ സിസ്റ്റം ഔട്ട്. സോ വെൻ ക്രൈസ്റ്റ് ക്രൂശിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സിസ്റ്റവുമായിട്ട് നമുക്ക്, ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല, ഈ സിസ്റ്റവുമായി, ഈ വേൾഡ് സിസ്റ്റവുമായി, ദിസ് കറപ്റ്റഡ് സിസ്റ്റവുമായിട്ട്, റിലീജിയസ് സിസ്റ്റവും ബന്ധം ഉണ്ടായിരുന്നു. റിലീജിയസ് സിസ്റ്റത്തിന് ഈ കറപ്റ്റഡ് സിസ്റ്റവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇനി അടുത്തൊരു പോയിന്റ് ഞാൻ പറയാം. എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ സിസ്റ്റവും, അതായത് അതിനെങ്ങനെ സ്പിരിച്വൽ സിസ്റ്റവും ഫിസിക്കൽ വേൾഡും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അതായത് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് ചർച്ച്, അല്ലെങ്കിൽ എക്ലീഷ്യ ആൻഡ് സ്റ്റേറ്റ് ഈസ് കോറിലേറ്റഡ്. ഇത് മറക്കരുത്. നമ്മളിവിടെ കിടന്ന ആളുകൾ ഇങ്ങനെ തുള്ളിച്ചാടാറുണ്ടോ, അയ്യോ അതിനുശേഷം. പക്ഷെ ഒരു പ്രശ്നം സംഭവിച്ചത്, ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്, ഫോർത്ത് സെഞ്ചുറികളിൽ ചർച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ദ സ്റ്റേറ്റ്. വിച്ച് സ്റ്റേറ്റ്? ദ കിങ്ഡം. ഡു യു ഗെറ്റ് മീ? ആദ്യത്തെ നൂറ്റാണ്ട്, 2, 3, 4 നൂറ്റാണ്ടുകളിൽ, ആദ്യത്തെ ഫസ്റ്റ് 5 സെഞ്ചുറീസിൽ ചർച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ദ പൊളിറ്റിക്സ്. ഏതാ പൊളിറ്റിക്സ് എന്നറിയാമോ? ഇറ്റ്സ് നോട്ട് റോം ഓർ അസ്മോനിയൻ ഓർ ഹെറോദിയൻസ്. ഹെറോദിയൻസും അസ്മോനിയൻസും റോമുമായിട്ടൊന്നും ആയിരുന്നില്ല. മറിച്ച് ദ എക്ലീഷ്യ വാസ് ഫങ്ഷനിങ് ലൈക്ക് എ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് നിങ്ങൾ തിരുവെഴുത്തുകൾ പഠിക്കണം. തിരുവെഴുത്തുകൾ, നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളിൽ അതിനകത്തൊരു നമ്മുടെ നാട്ടുഭാഷ ഒരു അന്തർധാരയുണ്ട്. ദർ ഇസ് എ എന്തുവാ, ഒരു നെർവ്, ഒരു ബ്ലഡിൻ്റെ ഒരു നെർവ്സ് ഈ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ ഇങ്ങനെ, ഈവൻ അപ്പോസ്റ്റൽ മാത്രം, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങൾക്കകത്തൂടെ ഒരു മൈന്യൂട്ട് നെർവ് പോകുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയോ? ദാറ്റ് ഈസ് എ പൊളിറ്റിക്സ് ആയിരുന്നു. That's why Jesus Christ was not a priest. Jesus Christ was not a prophet. I am telling you again, Jesus was not a prophet. യേശുവിനെ പ്രൊഫറ്റ് ആക്കുന്ന കുറെ മഹാന്മാർ ഇന്ന് ഭൂമിയിലുണ്ട്. അതേ ഇസ്ലാമിക ആളുകൾ യേശു ക്രിസ്തുവിനെ എങ്ങനെയും പ്രവാചകനാക്കണം. അവരങ്ങ് അതിനുവേണ്ടി അങ്ങ് നടക്കുക. യേശു പ്രവാചകനാണ്, മോശയെ പോലെ പ്രവാചകനാണ്. ഐ എം ടെല്ലിങ് യു, ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രൊഫറ്റ്.
ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രൊഫറ്റ്. നമ്മുടെ അച്ചാച്ചന്മാരും യേശു വലിയ പ്രൊഫറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ പഠിപ്പിക്കും. ജീസസ് പ്രൊഫറ്റ് അല്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ ഹീലർ. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രീസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രീച്ചർ. ജീസസ് ക്രൈസ്റ്റ് വാസ് എ കിങ്. The king, the title king is not a religious term. The king എന്ന് പറയുന്ന word is a political term. That means Jesus Christ is a politician. Jesus, once again I am telling you, Jesus Christ is a king. He is the king. That means he is not a religious person. He is not a religious creature. Jesus is not a religious creature. Jesus is the king. That means he is a politician. Politician. Jesus is a politician. You have to understand this one. So Jesus never brought a religion. Jesus brought in the government. നിങ്ങൾ ശ്രദ്ധിക്കണം, ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. യെശയ്യാവിന്റെ പ്രവചനം 9:6 പറഞ്ഞേക്കുന്നത്, government shall be upon his shoulder. The increase of his government shall not end. The increase of his church എന്നല്ല പറഞ്ഞു. The increase of his ritual എന്നല്ല പറഞ്ഞു. The increase of his government. അവന്റെ ഗവൺമെന്റിന്റെ വർധനയ്ക്ക്, അവന്റെ രാജ്യത്തിന്റെ വർധനയ്ക്ക് അവസാനമില്ലെന്നാ. പീപ്പിൾ യു ഹാവ് ടു കം ബാക്ക്. ജീസസിനെ നമ്മൾ ഒരു റിലീജിയസ് ക്രീച്ചർ എന്ന നിലയിൽ നിന്ന് എടുത്ത് we need to count him as a politician. He's a king. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം കൂടെ വീണ്ടും ആവർത്തിക്കാം. If Jesus Christ is the king, we will obey him immediately. Now most of the Christians are considering Jesus as a prime minister, just like our chief minister. അപ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്റർ എല്ലാ ദിവസവും വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് പറയും, വളരെ പാൻഡമിക്, വളരെ പ്രോബ്ലത്തിലാണ്, അതീവ ഗൗരവത്തിൽ പോകണം. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ലക്ഷ്യമില്ലാതെ, ഒരു ബോധവുമില്ലാതെ, ഈ ആൾ പറയുന്നതിനെ കുറിച്ചൊന്നും ഗവനിക്കാതെ ആക്ട് ചെയ്യുന്ന ഒരു ലോകം നമ്മുടെ ലോകം. അല്ലെങ്കിൽ ഈ ചീഫ് മിനിസ്റ്റർ പറയുന്നതൊന്നും നമ്മളാരും കേൾക്കാറില്ല. അത് ഞാൻ പറഞ്ഞില്ല, പാർട്ടിയൊന്നും എനിക്ക് വിഷയമില്ല, എല്ലാ പാർട്ടിയും കണക്കാം. ഒരു പാർട്ടിക്കും, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും, ഒരു പാർട്ടിക്കും സത്യസന്ധമായിട്ട് ഭരിക്കാൻ അറിയത്തില്ല. കാരണം ഇവരുടെ ആരുടെയും അകത്ത് ലൈറ്റില്ല. ഇവരെല്ലാം ഇരുട്ടി തന്നെ കിടന്ന് തപ്പുക. ഇവർക്കാർക്ക് ഒരു ഹ്യൂമൻ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്ക് നിങ്ങൾ ഇപ്പം ഞാൻ ഐ ആം ആസ് എ പൊളിറ്റീഷ്യൻ്റെ കിങ്ഡത്തിൻ്റെ ആളായിട്ട് നിന്നുകൊണ്ട് പറയാം, അല്ലെങ്കിൽ അനദർ കിങ്ഡത്തിൻ്റെ പൊളിറ്റീഷ്യനായിട്ട് നിന്നുകൊണ്ട് ഞാൻ പറയാം, ദീസ് ഓൾ ഡെമോക്രസി ഈസ് എ ഫെയിലുവർ. ഡെമോക്രസി എന്തുകൊണ്ടാണ് ഫെയിലുവർ ആണെന്നറിയോ? 100 പേര് ചേർന്നിട്ടാണ് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ 100 പേരുള്ള കമ്മ്യൂണിറ്റി 75 പേർ, ഭൂരിപക്ഷം ആളുകൾ ഒരാളെ തിരഞ്ഞെടുക്കും. ഈ തിരഞ്ഞെടുത്ത ആൾ നമ്മുടെ ഇടയിൽ നിന്നുള്ള ആളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഇടയിൽ ആൾ തന്നെ, നമ്മുടെ കൂടെ നടന്ന ആൾ, നമ്മുടെ കൂടെ വർത്തമാനം പറഞ്ഞ ആൾ, നമ്മുടെ കൾച്ചറുള്ള ആൾ, നമ്മുടെ തന്നെ എബിലിറ്റി ഉള്ള ആൾ, നമ്മുടെ കഴിവുള്ള ആൾ. ഈ പ്രോബ്ലം എല്ലാം ഉണ്ടാക്കിയത് നമ്മളെല്ലാം കൂടെ ചേർന്ന, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് നമ്മളെല്ലാം കൂടെ ചേർന്ന്, നമ്മളെല്ലാം കൂടെ ചേർന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് മുകളിലാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ ആളോട് പറയാം ഞങ്ങളുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യണം. ദിസ് ഈസ് ഡെമോക്രസി. സോ ഡെമോക്രസി ഈസ് എ ഫെയിലുവർ. കാരണം ഈ ആളുകൾ, അല്ലെങ്കിൽ തന്നെ ദീസ് പേഴ്സൺസ് കാനോട്ട് സോൾവ് ദ പ്രോബ്ലം ബിക്കോസ് ഹീ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് പ്രോബ്ലം. അദ്ദേഹം ഉൾപ്പെട്ട് നിന്ന കമ്മ്യൂണിറ്റിയായി പ്രോബ്ലം എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഈ പ്രോബ്ലം ഉണ്ടാക്കിയവർക്ക് പറ്റില്ല. ഹി ഹാസ് ടു റീച്ച് ടു ദ അനദർ പേഴ്സൺ, അനദർ റലത്തിലേക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കിങ്ഡം ഓഫ് ഗാഡ് എന്ന് പറയുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന സിസ്റ്റം വർക്കൗട്ട് ആകണമെങ്കിൽ, ഞാൻ ആ ഭാഗത്തിലേക്ക് തന്നെ വരാം, ജഡ്ജ് ചെയ്യണം. ഈ വേൾഡ് എന്ന് പറയുന്ന സിസ്റ്റം കറപ്റ്റഡ് ആണ്. ഈ കറപ്റ്റഡ് സിസ്റ്റം ഇരുട്ടിലാണ്. ഈ ഇരുട്ടിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ് യേശു വന്നത്. ഇത് നിങ്ങൾ വളരെ പ്രധാനമാണ്. ഇവിടെ നിന്ന് കുറച്ച് പേരെ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുക. ഇതെല്ലാം നമ്മൾ കഥകളാണ്, നമ്മുടെ ഉപദേശിമാരുണ്ടാക്കി വെച്ചേക്കുന്ന കോമിക് കഥകളാണിത്. വളരെ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു, രക്ഷിക്കപ്പെടാത്തവൻ്റെ എല്ലാം പേര് മായ്ച്ചു കളയുന്നു, പിന്നെ അത് എഴുതുന്നു, പാപം ചെയ്യുമ്പോൾ വീണ്ടും മായ്ക്കുന്നു, പിന്നെ എഴുതുന്നു. ഇങ്ങനെ പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് രാത്രി ചിലരുടെ പേരുകൾ ജീവൻ, ഇതെല്ലാം തട്ടിപ്പാണ്. തട്ടിപ്പ് നമ്പർ 1 തട്ടിപ്പാണ്. ഇത് നിങ്ങൾ കേൾക്കുക, ഇത് വെറും മതപ്രഭാഷണങ്ങളാണ്.
യൂസ്ലെസ് റിലീജിയസ് പ്രീച്ചിങ് ആണ്. യഥാർത്ഥ സന്ദേശം ഈ സൊസൈറ്റി, എക്ലീഷ്യ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ആയിരിക്കുന്നതിന് ഒറ്റ റീസണേ ഉള്ളൂ, ടു ചേഞ്ച് ദ വേൾഡ് സിസ്റ്റം. ബിക്കോസ് ദ ബൈബിൾ സേസ് ദ മെമ്പേഴ്സ് ഓഫ് ദ എക്ലീഷ്യ ഈസ് ദ അംബാസിഡേഴ്സ്. പൗലോസ് പറയുന്നു നാം അവൻ്റെ സ്ഥാനാപതികളാകുന്നു, അംബാസിഡേഴ്സ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അംബാസിഡർ? അംബാസിഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അംബാസിഡർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് അയക്കപ്പെട്ട വ്യക്തി. അതായത് വേറൊരു രാജ്യത്ത് വന്ന് താൻ ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ കൾച്ചറും ആ രാജ്യത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും ഈ രാജ്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആളിൻ്റെ പേരാണ് അംബാസിഡർ. You get me? We are the ambassadors. We are not the subjects. നമ്മൾ പ്രജകളല്ല. We are sons sent by God, the ambassadors. That means we are representing another kingdom. We are showing another kingdom. We are the representatives of another culture, another culture. വേറൊരു സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ. ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനികൾ ഇതിലേക്ക് വന്നേ പറ്റൂ. അത് ഓർത്തഡോക്സ് ആണെങ്കിലും കാത്തലിക് ആണെങ്കിലും മാർത്തോമാറ്റ്സ് ആണെങ്കിലും CSI ആണെങ്കിലും ഇവാഞ്ചലിക്കൽ ആണെങ്കിലും ലൂതർ ആണെങ്കിലും പെന്തിക്കോസ്ത് ആണെങ്കിലും ബ്രദറിനാണെങ്കിലും എന്തോന്നായാലും you have to be the representative of the kingdom, the another culture. I am a representative of another culture. വേറൊരു കൾച്ചറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഞാൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എങ്ങനെയാ? അന്ധകാരത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ. സദ്ഗുണം, ആ വാക്കൊക്കെ നിങ്ങൾ എടുത്ത് പഠിക്കണം. സദ്ഗുണം എന്ന് പറഞ്ഞാൽ എക്സലൻസി എന്നാണ്. സദ്ഗുണം, എക്സലൻസി, അതായത് ടു എക്സ്പ്രസ് ദ എക്സലൻസി ഓഫ് ദ കോൾഡ് വൺ. അതായത് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണം, സദ്ഗുണത്തെ ഘോഷിക്കാൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പ്രസംഗിക്കുക എന്നല്ല, അതായത് ഗോഡിന്റെ എക്സലൻസിയെ ഷോഫ് ചെയ്യും. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ ചില വലിയ ഷോറൂംസിൽ ചെന്നാൽ, ഈവൻ ഒരു വജ്രത്തിൻ്റെ ഷോറൂമിൽ ചെന്നാലും, ഒരു നല്ല ഒരു ക്ലോത്ത് വിൽക്കുന്ന ഒരു തുണിക്കടയിൽ ചെന്നാലും, അവിടെ ഈ എന്തോ പറയുന്ന ഈ രൂപങ്ങൾ ആണ്, മനുഷ്യൻ്റെ രൂപം പോലെ എന്തോ ഒരു പേര് പറയുന്നുണ്ട്. അതിനകത്ത് മനുഷ്യരുടെ ഈ വസ്ത്രങ്ങളിങ്ങനെ നന്നായിട്ടിട്ട് വെച്ചേക്കുക. അത് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ ബിംബങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ ഈ ബിംബങ്ങൾക്കകത്ത് ഏറ്റവും നല്ല ബെസ്റ്റ് ക്ലോത്താണ് അവരെ എവിടെ വെച്ചിരിക്കുന്നത്? ഈ വെളിയിൽ ഇങ്ങനെ കാണിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഷോയ്ക്ക് വെച്ചിരിക്കുക. ഷോയ്ക്ക് മീൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ കടയുടെ എക്സലൻസി. അതായത് ഈ എക്സലൻസി കണ്ടിട്ടാണ് പുറത്തൊരാൾ ഇതിലേക്ക് വരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ പുറത്തായിരിക്കുന്ന മുടന്തനും ചെകിടനും വയ്യാത്തവനും കഴിവില്ലാത്തവനും കടബാധ്യതനും ബാങ്കുകാർ ജപ്തിയുള്ളവനും കൂടിയനും അങ്ങനെ ചാടിക്കേറി ഇങ്ങോട്ട് വരാനുള്ള ബസ് സ്റ്റാൻഡ് അല്ല കർത്താവിൻ്റെ സഭ. തെറ്റിദ്ധരിക്കല്ലേ? ഇവരെ യേശു സ്നേഹിക്കുന്നില്ല ഞാൻ പറഞ്ഞത് അതല്ല. ചർച്ച് എന്ന് പറയുന്നത്, ഇത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഓരോ ആളുകളും ദൈവത്തിൻ്റെ എക്സലൻസിയെ റിവീൽ ചെയ്യുന്ന ഈ എക്സ്പ്രഷൻസ് ആയിട്ട് നമ്മൾ നിൽക്കുക. നമ്മളെ കണ്ടിട്ട് വേണം പുറത്തൊരാൾ അകത്തോട്ട് വരാൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് ചർച്ച അങ്ങനല്ല. ഇന്ന് ചർച്ച് ഫങ്ഷൻ ചെയ്യുന്നത് മനുഷ്യൻ്റെ ആവശ്യത്തിനാണ് ചർച്ച വരുന്നത്. മനുഷ്യൻ്റെ ആവശ്യത്തിനാണ് അവൻ ചർച്ച വരുന്നത്. ഇത് പ്രശ്നപരിഹാരശാലയായി ചർച്ച മാറി. ഞാൻ ചോദിക്കുന്നു, എംബസിയിലാണോ രോഗശാന്തി നടക്കണ്ടേ? എംബസിയിലാണോ നുണ പറയുന്ന പെണ്ണിനെയും ഒരു നുണ പറയുന്ന സഹോദരിയെയും നുണ പറയുന്ന സഹോദരനും തമ്മിലുള്ള പ്രശ്നം തീർക്കേണ്ടത് ദൈവത്തിൻ്റെ എംബസിയിലാണോ? നിങ്ങൾ തന്നെ പറ. രണ്ട് നുണയന്മാർ, നമ്മളറിയാം ഈ നുണ പറയുന്ന ആളുകളെ കണ്ടു. എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളുകളെ നുണയന്മാർ.
നോണ പറയുന്നമാര് ഇവന്മാര് ഈ കക്ഷികളെ ഇവരുടെ പ്രശ്നം തീർക്കുന്ന സ്ഥലമാ ക്രൈസ്റ്റ് എംബസി. എംബസിയുടെ അർത്ഥം എന്താ? കോവളത്ത് വന്നിരിക്കുന്ന സായിപ്പിന് ചൊറി വന്നു. അപ്പൊ സായിപ്പിന്റെ ചൊറി മാറ്റാൻ വേണ്ടി എംബസിയിൽ ആളുകളാ വരുന്നേ. അദ്ദേഹം അമേരിക്കക്കാരനായിരിക്കും, പക്ഷേ എംബസി ഫങ്ഷൻ ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ നയതന്ത്ര പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണ്, ചൊറി മാറ്റാനല്ല. നിങ്ങൾക്ക് പിടികിട്ടുന്നു? ഇപ്പൊ നമ്മുടെ ചർച്ചസ് നോക്കി, ഒരു ഞായറാഴ്ച എടുത്താൽ എന്താ രോഗശാന്തിയാ ചർച്ചിൽ. ചർച്ച് ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ. വേറെ സ്ഥലത്ത് നോക്കി, ഒരു സ്ഥലത്ത് ചെന്നാൽ അതൊന്നുമില്ല, രോഗശാന്തി ഇല്ല, ഒന്നുമില്ല. അത് നിരന്തരമായിട്ട് പറഞ്ഞു തന്നെ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഞാൻ കുറ്റം പറയല്ല കേട്ടോ, 250 വർഷമായിട്ട് ഒരേ കാര്യം പറഞ്ഞിരിക്കുക. എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? ഇപ്പുറത്താണെങ്കിൽ ചില ചർച്ചസ് പറയുന്നത് മാരേജ് ബ്യൂറോ, ചിലത് ഹോസ്പിറ്റല്, ചിലത് ക്ലിനിക്ക്, ചിലത് കൗൺസിലിംഗ് സെൻറ്റർ, ചിലയിടത്ത് പാസ്റ്റർ ജഡ്ജിയും വിശ്വാസികൾ കുറച്ച് പേര് പ്രതികളും, പിന്നെ ചിലത് വക്കീൽ പണി. എന്തെല്ലാം പരിപാടികൾ! അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാരാജ്യത്തിൻ്റെ നയതന്ത്ര പ്രാധാന്യമുള്ള എംബസിയാണ് സഭ. സഭ എംബസിയാണ്. സഭയ്ക്ക് കണക്ഷൻ സ്വർഗരാജ്യവുമായിട്ടാണ്. സ്വർഗരാജ്യവുമായിട്ട്, ആ രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളുമായിട്ട് ഏറ്റവും ഗൗരവമായിട്ട് ചർച്ച നടത്തുന്ന പാട്ടുപാടി കുറച്ച് പെണ്ണുങ്ങളിരുന്ന് തുള്ളുന്ന സ്ഥലമല്ല. അതുകൊണ്ടാണ് ഈ കോവിഡ് കാലം പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം, നിന്റെ ഒന്നും തുള്ളലും നിന്റെ ഒന്നും പ്രാർത്ഥനയും നിന്റെ ഒന്നും ഒരു പരിപാടിയും തമ്പുരാൻ ആവശ്യമില്ല. അതിൻ്റെ തെളിവായത്. ഇത് ഒരു വർഷം കൂടെ നീണ്ടു പോകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നീണ്ടങ്ങോട്ട് പോട്ടങ്ങോട്ട്. ചർച്ച് ഫംഗ്ഷൻ ആകും. ചർച്ച് എങ്ങനെ ഫംഗ്ഷൻ ആകുമെന്ന് അറിയോ? ചർച്ചിനകത്ത് എല്ലാ ചർച്ചും കൂടെ ഒരുമിക്കേണ്ട ആവശ്യമില്ല. കമൻഡസ് മതി, 3 പേര് മതി. അതായത് കറക്റ്റ് എംബസിയിലെ 3 വ്യക്തികൾ ഒരുമിച്ച് കൂടിയാൽ ദേ ക്യാൻ ടേക്ക് ദ ഡിസിഷൻസ്. ചർച്ച് ഫംഗ്ഷൻ ആകാൻ വിശാലമായ ഹോള് വേണ്ട. ചർച്ചിന് പ്രവർത്തിക്കാൻ ഓഡിറ്റോറിയം വേണ്ട. ചർച്ചിന് പ്രവർത്തിക്കാൻ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിംഗ് വേണ്ട. ചർച്ചിന് പ്രവർത്തിക്കാൻ ശീതീകരിച്ച മുറി വേണ്ട. ക്രിസ്തുവിന്റെ എംബസിക്ക് പ്രവർത്തിക്കാൻ ഒരു മരത്തിന്റെ ചോട് മതി. 3 വ്യക്തികൾ ഒരുമിച്ച് കൂടി, സ്വർഗത്തിലെ 3 സ്വർഗീയ പൗരന്മാർ ഒരുമിച്ച് കൂടുന്നതിന്റെ പേര് കവൻഡസ് എന്നാണ്. ആ 3 4 പേർ, 2 3 പേർ കൂടുന്നതിന്റെ നടുവിൽ കിങ് ഓഫ് ദ കിങ് വിൽ കം. ആ തീരുമാനമാണ്. ചർച്ചിന് ഫംഗ്ഷൻ ചെയ്യാൻ ഇവിടുത്തെ ഒരു ചർച്ച് ഹോളും വേണ്ട, ഒരു പള്ളിയും വേണ്ട, ഒരു ഓഡിറ്റോറിയവും വേണ്ട, ഒരു സഭാ ഹോളും വേണ്ട, ഒരു സ്റ്റേഡിയവും വേണ്ട. തിരുത്തേണ്ട സമയം അതിക്രമിച്ചു. ചർച്ച് ബിൽഡിംഗ് പണിയിൽ നിന്ന് നിർത്തി. ബിൽഡിംഗ് സൊസൈറ്റി പണിയിൽ നിന്ന് സഭ രാജ്യം പണിയാനായിട്ട് ആരംഭിക്കണം. നമ്മുടെ ചർച്ചിൽ വരുന്ന, ഞാൻ എൻ്റെ പറയാം, നമ്മുടെ ചർച്ചിൽ വരുന്ന വിശ്വാസികളെ ദൈവരാജ്യത്തിന് വേണ്ടി വളർത്തണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ചർച്ചിൽ വരുന്നതിൽ നിന്ന് ഹൈ ഒഫീഷ്യൽസിനെ എഴുന്നേൽപ്പിക്കണം, വലിയ ബിസിനസ് ആളുകളെ എഴുന്നേൽപ്പിക്കണം, IPS ഉദ്യോഗസ്ഥന്മാരെ എഴുന്നേൽപ്പിക്കണം, IASകാരെ എഴുന്നേൽപ്പിക്കണം. ഈ പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അല്ലാതെ കുറേ പേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വിറയൽ പരിപാടിയൊന്നും വേണ്ട. നല്ല ഡോക്ടേഴ്സ്, അതായത് നമുക്കറിയാം ഇന്നത്തെ നല്ല ഹോസ്പിറ്റൽ, ഞാൻ ഇവരെയൊക്കെ ബഹുമാനിക്കുന്നു. പക്ഷേ കുറേ പാരമ കള്ളന്മാർ ഇതിനകത്തുള്ളതുകൊണ്ട് നല്ല അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. ആശുപത്രികൾ എന്ന് പറയുന്നത് കൊള്ള സങ്കേതങ്ങളാണ്. നല്ലൊരു ശതമാനം ഗവൺമെന്റ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റൽസും കള്ളന്മാരാണ്. MBBSും MDയും പഠിച്ച നല്ല ഉന്നാന്തരം കള്ളന്മാരാണ് അതിനകത്തിരിക്കുന്നത്.
സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവർ വിരളിലെണ്ണാവുന്നവരേ ഉള്ളൂ. ഒരാൾ അകത്ത് ICU കിടന്നാലും ചത്തെന്നറിയിക്കത്തില്ല. വീണ്ടും ആ മരിച്ചവർക്ക് വേണ്ടി 2 ലക്ഷം 1 ലക്ഷം 3 ലക്ഷം ബില്ലുണ്ടാക്കാൻ വേണ്ടി നല്ല ഒന്നാന്തരമായി കൊള്ള നടത്തുന്ന സ്റ്റാൻഡേർഡ് കൊള്ളക്കാരാണ് ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡിൽ. ആ ഫീൽഡിൽ ക്രിസ്തുവിന്റെ സഭയിലെ ഒറിജിനൽ ഡോക്ടേഴ്സ് എഴുന്നേറ്റ് വരണം. നിങ്ങളുടെ പിള്ളേർ എഴുന്നേറ്റ് വരണം. അതുകൊണ്ട് ഇന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരു IAS കാരൻ കാണിച്ച ഓരോ തെമ്മാടിത്തരം. ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഒരു IAS ഇരിക്കുന്നിടത്തോളം ഈ സിസ്റ്റം തകർന്നു പോകത്തേ ഉള്ളൂ. സത്യസന്ധമായിട്ട് പ്രാണൻ പോകേണ്ടി വന്നാലും അസത്യത്തിന് കൂട്ടു നിൽക്കാതെ, ജനത്തിന് വിരുദ്ധമായി നിൽക്കാതെ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ് എഴുന്നേക്കണം എക്ലീഷ്യായിൽ നിന്ന്. അതാ ചർച്ചിന്റെ ഉത്തരവാദിത്തം. ഞാനിത് വെറുതെ ആകാശത്ത് വെടിവെക്കുകയല്ല, അനുഭവത്തിൽ നിന്ന് എത്ര എണ്ണം വേണമെങ്കിലും പറയാം. The church has to produce such a great and powerful citizens. ഈ വേൾഡ് സിസ്റ്റത്തെ മാറ്റാൻ ദൈവത്തിന്റെ എക്ലീഷ്യയിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഈ വരുന്ന തലമുറയിലെ ഏറ്റവും നമ്പർ 1 ബിസിനസ്മാൻ ആകാൻ, ഏറ്റവും വലിയ IPS IAS ഓഫീസർ ആകാൻ, ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ആകാൻ. പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ആളുകളെ വിചാരം എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ചർച്ചിന്റെ പ്രശ്നം ആളുകളെ ചർച്ചിലോട്ട് വിളിച്ചു കൂട്ടുക, അവരെ കഴുകുക, എല്ലാ ആഴ്ചയിലും കഴുകുക, വീണ്ടും കഴുകിയിരിക്കുക, വല്ല വിധേനെ കുറച്ച് പേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. വിഡ്ഢികളുടെ കൂട്ടമാണ്, പമ്പര വിഡ്ഢികളുടെ കൂട്ടമാണ്. യേശു കർത്താവ് അങ്ങനെ പഠിപ്പിച്ചോ? അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിച്ചോ? യേശുവും അപ്പോസ്തലന്മാരും ഓരോരുത്തരെ കൺട്രോൾ ചെയ്യും. അതെ, ഞാൻ ചിന്തിക്കുന്നത് വേൾഡിനെ, അതുകൊണ്ടാണ് യേശുവിന്റെ അപ്പോസ്തലന്മാരെ നോക്കിയിട്ട് പറഞ്ഞത് ദേ ആർ ലോകപ്രസിദ്ധന്മാർ എന്നല്ല പറഞ്ഞത്. നമുക്കിവിടെ ലോകപ്രസിദ്ധന്മാരുണ്ടല്ലേ? നോട്ടീസ് കണ്ടില്ലേ? ലോകപ്രസിദ്ധന്മാർ, ലോകപ്രസിദ്ധ സുവിശേഷകൻ. സ്വന്തമായിട്ടങ്ങ് ഇടുക. അവരവർ തന്നെ ഓരോ ഫോട്ടോഷോപ്പിൽ ചെന്ന് അവർ തന്നെ എഴുതുക, ലോകപ്രസിദ്ധ സുവിശേഷകൻ പ്രൊഫറ്റ് ഡാഷ് ആൻഡ് ഡാഷ്. ഈ ലോകപ്രസിദ്ധ സുവിശേഷകൻ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പൂന്തുറ പോയി നിന്ന് അവിടുത്തെ പൂന്തുറയിലെ പട്ടിക്ക് പോലും അവനെ അറിയത്തില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകാനിയ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ശരിയാ. കവി ആരെക്കുറിച്ചാണ് പറഞ്ഞത് കവിക്ക് മനസ്സിലായിട്ടുണ്ട്. ലോകപ്രസിദ്ധൻ ആരാ? ലോകപ്രസിദ്ധൻ ഈ ആരാ ഇവിടെ ലോകപ്രസിദ്ധൻ? ഇതൊക്കെ എന്താ? ഇത് ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം വല്ല നിത്യതയിലേക്ക് നമുക്ക് ഇതൊക്കെ റബ്ബിഷ്. ഇതൊന്നും കർത്താവിന്റെ കാര്യപരിപാടിയുടെ ഭാഗമല്ല. വി നീഡ് ടു ചേഞ്ച് ദ വേൾഡ്സ്. ഇത് ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല. ഇതാണ് തീ പോലെ ലോകത്ത് പടർത്തേണ്ടത്. ലോകത്തെ തീ പോലെ പടർത്തണം. ഇവിടുത്തെ മതസ്ഥാപനങ്ങളുടെ അകത്ത് കയറി അവന്റെ പുൾപ്പിറ്റ് കയറി വിളിച്ചു പറയേണ്ട സന്ദേശം ഇതാണ്. ജനങ്ങളെ മരണത്തിലേക്കും ചത്തശേഷമുള്ള ഏതോ സൗഭാഗ്യത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഈ ഉപയോഗശൂന്യമായ ഇന്നത്തെ സംവിധാനങ്ങളുടെ നടുവിൽ വന്ന് നിന്ന് വിളിച്ചു പറയേണ്ട വിപ്ലവത്തിന്റെ സന്ദേശമായത്. യു ആർ നോട്ട് കോൾഡ് ഫോർ ഹെവൻ, യു ആർ കോൾഡ് ഫോർ ദ corrupted world system, to change the world. God has called me for that. That's why I'm not focusing on heaven. Heaven is not my matter because I am from heaven. Now why should I worry about heaven? Heaven is my homeland, brother. I don't care about my homeland. When I die, I'll go there. That's not my matter. That's not അതല്ല എൻ്റെ ലക്ഷ്യം. അതെൻ്റെ ഹോംലാൻഡ് ആണ്. എൻ്റെ ഡാഡി ഇരിക്കുന്ന അവിടെയാണ്. When I die, I'll go there. And why should I spend all my time to go to heaven? Focusing on heaven, focusing on eternity. Change the world. This is a clarion call to the people, those who are watching me. Change your world. You are a world changer. Change the system of the world. Change the corruption of the world. അതിന് നമ്മൾ we need to follow the righteousness.
സത്യത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ പിശാചോ ശത്രുവോ ലോകം മൊത്തം എതിർത്ത് വന്നാലും കറ ഒന്നും ഏൽക്കാത്തവരായിട്ട് വേണം നമുക്ക് നിൽക്കാൻ. നാം കറക്ഷന് വേണ്ടി നിൽക്കുമ്പോൾ കറപ്ഷൻ നമ്മിൽ കാണാൻ പാടില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കറക്ഷന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ കറപ്ഷൻ എന്നിൽ കാണാൻ പാടില്ല. ഞാൻ മറ്റൊരുത്തൻ്റെ പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ലോകത്തിൽ ഒരുത്തിന് പരസ്യമോ രഹസ്യവുമായി വിരൽ ചൂണ്ടാൻ ഒന്നും എന്നിൽ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നിൽ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കേൾവിക്കാരിൽ പലരെ ദൈവം ട്രാൻസ്ഫോമേഴ്സ് ആയിട്ട് റിഫോമിസ്റ്റ് ആയിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഗോഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യു ടു ട്രാൻസ്ഫോം ദ വേൾഡ് സിസ്റ്റം. നിങ്ങളുടെ കൊച്ചുകൂട്ടം, നിങ്ങളുടെ എക്ലീഷിയായ നിങ്ങൾ ഒറിജിനലായിട്ട് ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. എക്ലീഷ്യ എഴുന്നേൽക്കണം. വേറെ മാർഗമില്ല പ്രിയരെ, വേറെ മാർഗമില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പോയിട്ട് BJP വന്നാലും, BJP പോയിട്ട് കോൺഗ്രസ് വന്നാലും, ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് വേറൊരു സമ്മിശ്ര പാർട്ടി വന്നാലും ഇവിടെ ഒന്നും നടക്കത്തില്ല. ഇവിടുത്തെ സിസ്റ്റം മാറാൻ ഒറ്റ വഴിയുള്ളൂ. അത് അവൻ്റെ സഭയ്ക്കകത്താണ് സൊല്യൂഷൻ കിടക്കുന്നത്. സഭയാണെങ്കിൽ ചിറകമുളപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് പറക്കാൻ വേണ്ടി പ്രാക്കളെ പോലെ പറക്കാൻ കിടക്കുക. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറച്ച് ആളുകൾ, പ്രസംഗിക്കാൻ കുറച്ച് ആളുകൾ. ഭൂലോകത്തിന്റെ വെളിച്ചമായിരിക്കേണ്ടവർ, ലോകത്തിന്റെ വെളിച്ചമായിരിക്കേണ്ടവർ, ഭൂമിയുടെ ഉപ്പായിരിക്കേണ്ടവർ പറക്കാൻ ശ്രമിക്കുക, പോകാൻ റെഡിയായിട്ടിരിക്കുക. ഉടുപ്പ് മാറിയിട്ടിരിക്കുക 2000 വർഷമായിട്ട്. സ്റ്റോപ്പ് ഇറ്റ്. ചേഞ്ച് ചെയ്യേണ്ട സമയമായി. ഇത് നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങളുടെ പ്രൈവറ്റ് ടോക്കിൽ നിങ്ങൾ വെക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ പറയണം, നിങ്ങളുടെ മക്കളോട് പറയണം, നിങ്ങളുടെ ദേശത്തോട് പറയണം, കാണുന്നവരോട് മൊത്തം പറയണം. ദൈവരാജ്യമാണ്. ഇവിടെ വേറൊരു മതത്തെ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നോബഡി വിൽ അക്സെപ്റ്റ്. നോ ഹിന്ദു വിൽ അക്സെപ്റ്റ് ക്രിസ്ത്യാനിറ്റി. കുറച്ച് പേരെ നമുക്ക് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ക്രിസ്ത്യാനിറ്റിയെ ഒരു ഹൈന്ദവനും അംഗീകരിക്കത്തില്ല. ക്രിസ്ത്യാനിത്യത്തെ ഒരു ഇസ്ലാമും അംഗീകരിക്കത്തില്ല. നമുക്ക് അവിടെയും ഇവിടെയും കുറച്ച് ആളുകളെ അവിടെ നിന്നൊക്കെ കട്ടകാലം പിടിച്ചവനെയൊക്കെ പിടിച്ചതിനകത്ത് കൊണ്ടുവരാനേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റ് മതങ്ങളിൽ നമ്മുടെ സഭകളിൽ വന്നിട്ടുള്ളവരെ നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. നല്ല വലിയ ഫാമിലി സെറ്റപ്പുള്ള, ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള, എക്കണോമിക്കലി ടോപ്പായിരിക്കുന്ന എത്ര പേര് നമ്മുടെ സഭയിലുണ്ട്? എത്ര അന്യമതസ്ഥർ നമ്മുടെ സഭയിലുണ്ട്? ആ മതക്കാർ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ മതസിസ്റ്റം അംഗീകരിക്കാത്ത, അവിടെ വേണ്ടെന്ന് പറഞ്ഞ, അവരെ കൂട്ടാത്ത നമ്മുടെ നാട്ടിൽ, ഞാൻ തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ, അതംകൃതർ എന്ന് പറഞ്ഞ, കൊള്ളാത്തവർ എന്നൊക്കെ പറഞ്ഞ പാവങ്ങളല്ലേ നമ്മുടെയൊക്കെ സഭകളിൽ വന്ന് കയറുന്നുള്ളൂ. നമുക്കിത്രയും സ്വർഗത്തിൽ മൂന്നാം ദിവസം കല്ലറയെ തുറന്ന ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി, ആകാശത്തെ കീറി, ഇതൊക്കെ പറഞ്ഞിട്ട് ആരിവിടെ വരുന്നു? ഒരു റിലീജിയനും വേറൊരു റിലീജിയനെ അംഗീകരിക്കത്തില്ല സർ. Nobody. People doesn't want another religion because people are always trying another religion and try ചെയ്തിട്ട് ഫെയിൽ ആണ്. Until or unless the person's coming to the kingdom of God, he is occupied by a religion. Whatever maybe. ഏതായിക്കോട്ടെ. ക്രിസ്ത്യൻ റിലീജിയനകത്ത് ഇപ്പം നിങ്ങളിപ്പം ഹൈന്ദവനെ കുറച്ച് ആളുകളെ പിടിച്ചുകൊണ്ട് ഇതിനകത്തോട്ട് വരിക, ഇതിനകത്തോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ വേറൊരു മതത്തിലാക്കിയിട്ടേ ഉള്ളൂ. ഒരു ഹൈന്ദവനും ക്രിസ്തീയ മതത്തിൽ വരേണ്ട ആവശ്യമില്ല. അവൻ അവിടെ തന്നെ ഇരിക്കട്ടെ. ഒരു ഇസ്ലാം മതത്തിലെ ആളും ക്രിസ്തീയ മതത്തിൽ വന്നിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യപരിപാടിയല്ലത്. യേശുക്രിസ്തുവിന്റെ കാര്യം രാജ്യമാണ്, ദൈവരാജ്യമാണ്. നിങ്ങൾക്കറിയാമോ, ഇസ്ലാം, ബുദ്ധിസം, ഹിന്ദുയിസം, ഈവൻ എത്തിസം, they will all accept the kingdom strategy. They're waiting for the kingdom. That's why the Bible says the creations are waiting for the manifestations of the sons of God. All creations are waiting for the manifestation of the sons of God. They're not expecting another religion. Glory to God. So God is always concerned about the kingdom. He was preaching about the kingdom. He was carrying the kingdom. He died for the king. He was born as a king and moved as a king. And ഇപ്പം ഞാൻ പറയാറുണ്ട്, ഇവിടെ some of the people are preaching about here prosperity and others are preaching against prosperity. Both of them are stupid.
പ്രീച്ചിങ് അബൌട്ട് പ്രോസ്പെരിറ്റി പറയുന്നവനും പ്രോസ്പെരിറ്റി എതിർക്കുന്നവനും ബോത്ത് രണ്ട് ഇരട്ട സ്റ്റുപ്പിഡുകളാണ്. വാട്ട് ഈസ് പ്രോസ്പെരിറ്റി? പ്രോസ്പെരിറ്റി ഈസ് ദ കിങ്ഡം കൾച്ചർ. അത്രേ ഉള്ളൂ. ഒരു രാജ്യം വന്നാൽ, കർത്താവിൻ്റെ രാജ്യം വന്നാൽ അതിനകത്തുള്ള കൾച്ചറാണ് സുഭിക്ഷിതം, ഐശ്വര്യം, പ്രോസ്പെരിറ്റി. പ്രോസ്പെരിറ്റി ഈസ് നോട്ട് എ ഗോസ്പൽ. ദൈവത്തിൻ്റെ രാജ്യം, ദാറ്റ്സ് വൈ ദ ബൈബിൾ നമ്മൾ ആദ്യം കാണുന്നില്ലേ, കിങ്ഡം പ്രസംഗിച്ചപ്പോൾ ജനങ്ങളെല്ലാം ചെയ്ത് ആദ്യം സഭയിൽ അവരുടെ വസ്തുക്കളെല്ലാം വിറ്റുകൊണ്ട് ആർക്ക് കൊണ്ട് കൊടുക്കുക? അവർ മുഴുവൻ കൊണ്ടുവന്നിട്ട് പത്രോസിൻ്റെ കാൽ കീഴ കയ്യിലല്ല വെച്ച്, പോക്കറ്റിൽ കൊടുത്തെന്നല്ല, കൈമടക്ക് കൊടുത്തെന്നല്ലേ, കാൽക്കെ കൊണ്ടുവച്ചെന്നാ. ദ മണി എവിടെ വരണം? സമ്പത്തും പ്രോസ്പെരിറ്റിയും കാൽ കീഴ് വരിക. കാൽ കീഴ് വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഓണറായി എന്നല്ല, അദ്ദേഹം അതിൻ്റെ മാസ്റ്ററായെന്ന്. ഇപ്പം നമ്മൾ ഇത് ശ്രദ്ധിക്കുക. വെൻ ഐ എം കമ്മിങ് ടു ദ കിങ്ഡം, നമ്മളിപ്പം ഇവിടെ റിലീജിയനിൽ വരുമ്പോൾ എന്താ, വിൽ ബിക്കം എ മില്ലനെയർ ആവും. കാരണം ഇച്ചിരി തട്ടിപ്പും കുറച്ച് വെട്ടിപ്പും ഇതൊക്കെ നിങ്ങൾക്ക് കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവും റിലീജിയനിൽ. സത്യമാണ്. നേരും നിറിക്കൊന്നും ഒരർത്ഥമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നേരും നിറിക്കൊന്നും ₹1 വിലയില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് പോയാൽ നിങ്ങൾക്ക് പറ്റിയ ദൈവരാജ്യം. സത്യസന്ധതയുള്ളവർക്ക് ദൈവരാജ്യമാണ് പറ്റിയത്. ഇച്ചിരി തട്ടിപ്പും കുറച്ച് വെട്ടിപ്പും കുറച്ച് പരിപാടികളും കാര്യപരിപാടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ, ഇച്ചിരി കള്ളം പറയാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റിയ വഴിയാണ് മതം. കോടിക്കണക്കിനുണ്ടാക്കാം. കാരണം അത്ര വിഡ്ഢികളുള്ള സ്ഥലമാണ് ഈ റിലീജിയൻ. പക്ഷെ നിങ്ങളൊരു സത്യത്തിൻ്റെ വാതിൽ നിൽക്കുന്നതാണ്, നിങ്ങളുടെ കൈ ചൂട്. അതുകൊണ്ടാണ് ഈ പൗലോസൊക്കെ പറഞ്ഞില്ലേ, എടാ എൻ്റെ പുതപ്പെടുത്തോണ്ട് പാടാന്ന്, പുതപ്പ് കൊണ്ടുപോടാന്ന് പറഞ്ഞാൽ എൻ്റെ പുതുപ്പ് ലിഖിതവും കൊണ്ടുവരാൻ പറഞ്ഞതിന് അർത്ഥം എന്നറിയാം. സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി വാസ് നോട്ട് എ മില്യനെയർ, ഭയങ്കര പൈസക്കാരനാണ്. കാരണം സത്യത്തിൻ്റെ പാതയിൽ നിൽക്കുന്നവരുടെ കൈ പണം കാണത്തില്ല. നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചോ. എവ്രിബഡി ലിസൺ ടു മീ. ഇഫ് എ മാൻ ഓഫ് ഗോഡ് ഈസ് എ പാസ്റ്റർ അസാധാരണ നിലയിൽ അദ്ദേഹം പൈസ സമ്പാദിക്കുന്നെങ്കിൽ അവൻ നല്ല ഒന്നാം തരം ഫ്രോഡാണ്. ഇത് കേട്ടിട്ട് എൻ്റെ പുറകെ ചാടിക്കൊണ്ട് വരണ്ട. ഞാൻ മെനഞ്ഞാന്നത്തെ തകരയിൽ ജനിച്ചു വീണ ക്രിസ്ത്യാനിയൊന്നുമല്ല. 33 വർഷത്തെ യേശുവിൻ്റെ കൂടെ നടന്ന പാരമ്പര്യം എനിക്കുണ്ട്. 33 years, 4 നൂറ്റാണ്ടിലധികം ക്രൈസ്റ്റിൻ്റെ കൂടെ നടന്ന ഉറപ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ട്രൂ മാൻ ഓഫ് ഗോഡ്, റിയാലിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ, സത്യസന്ധതയിൽ നിൽക്കുന്ന ആൾ, ഈ കനോട്ട് ബി ഒത്തിരി റിച്ചാകാൻ മതത്തിൽ അവന് സാധ്യതയില്ല. That's why we people, we are preaching and prompting and promoting our leaders to do business. ഞങ്ങളുടെ ചർച്ചയിൽ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് ഡു സം ബിസിനസ്. എനിക്ക് സത്യത്തിൽ ഐ എം എ ടോട്ടലി എ റിലീജിയസ് ക്രീച്ചർ. കാരണം കുറേ വർഷങ്ങളായിട്ട് ഞാൻ റിലീജിയസ് ക്രീച്ചറായി മാറിയത്. ഐ എം ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം ദിസ്. ഈ വേഷത്തിൽ നിന്ന് വെളിയിൽ വരാനുള്ള ശ്രമമാണ്. So that people are fraud people. I am telling the truth, brothers and sisters. കാരണം റിലീജിയനകത്ത് ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് he cannot become a millionaire. He can be a master. That's why പത്രോസിന്റെ കാൽ കീഴെ കൊണ്ടാണ് പൈസ വെച്ചത്. കാൽ കീഴെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം പൈസക്കാരനായെന്നല്ല, അദ്ദേഹത്തിന്റെ കാൽ കീഴെ കൊണ്ട് കാശ് വെച്ചിട്ടും സുന്ദരമെന്നത്തിന് ഗോപുരവാതിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ടോ, GPay ഉണ്ടോ, അല്ലെങ്കിൽ GPay ഉണ്ടോ, Paytm ഉണ്ടോ ഒന്നുമല്ല. അങ്ങനൊന്നും ചോദിച്ചില്ല. വെള്ളിയില്ല പൊന്നുമില്ല, ഉള്ളത് തരാം. നസ്രായന യേശുനാമത്തെ എഴുതിട്ട് നടക്കാൻ പറഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് റിച്ചസ് എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ റിച്ചസാണ്. സോ അവരുടെ കാലിൻ്റെ കീഴിലായിരുന്നു പണം. നിങ്ങളുടെ തലയിലും നിങ്ങളുടെ പോക്കറ്റിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സെൻറ്റർ ഹൃദയത്തിലും നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സകല പൈസയും നിങ്ങളെടുത്ത് കാൽ കീഴെ കളഞ്ഞേക്കണം. ഒത്തിരി ആളുകൾ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കത്തുള്ളൂ. നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിലാണോ, സ്വർഗമാണോ നിങ്ങളുടെ നിക്ഷേപം, യു വിൽ ഓൾവേസ് ഫോക്കസ് ഓൺ ഹെവൻ. സമ്പത്തിനെ കൊണ്ടുവന്ന് ഹൃദയത്തിൽ വെക്കരുത്. ദാറ്റ് ഡസന്റ് മീൻ നിങ്ങൾ എല്ലാവരുടെ പൈസ ഇല്ലാതെ പിച്ചക്കാരനായിട്ട് നടക്കണമെന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.
കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഇത് ശരി, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് പ്രോസ്പെറിറ്റി ഉണ്ട്. ദൈവത്തിൻ്റെ രാജ്യത്തിനകത്ത് പോവർട്ടി ഇല്ല. ഈ രാജ്യത്തിൻ്റെ പുറത്തുള്ള പ്രോസ്പെറിറ്റി തിയോളജി ഈസ് എ റോങ് തിയോളജി. Why people are preaching about prosperity? Why people are preaching about curse breaking? Why people are always focusing on healing? Why? Because they are missing the forest. Missing the forest and searching for the trees. അതാണ് പ്രശ്നം. വനത്തെ മിസ് ചെയ്തിട്ട് മരത്തെ അന്വേഷിക്കുക. If you are preaching the kingdom of God, healing will automatically happen. Prosperity automatically will happen. It will come up automatically. വരും, രോഗശാന്തി വരും, സൗഖ്യം വരും, സമ്പത്ത് വരും, ആരോഗ്യം വരും. ഇത് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. കിങ്ഡം വന്നാൽ അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ പ്രോസ്പെരിറ്റി. ജീസസ് ക്രൈസ്റ്റ് ബിക്കം ദ കിങ് ആയാൽ നിന്റെ വീട് നന്മ കൊണ്ട് നിറയും. അത്രേ ഉള്ളൂ. അല്ലാതെ നിന്റെ നന്മ കൊണ്ട് നിറയാനുള്ള സ്ട്രാറ്റജി ഇല്ല സഭയ്ക്കകത്ത്. സോ വി ആർ മിസ്സിംഗ് ദ മാർക്ക്, വി ആർ മിസ്സിംഗ് ദ ട്രെയിൻ. നമ്മൾ റിയാലിറ്റിയെ മിസ് ചെയ്ത് precious time. കിങ്ഡം പ്രസംഗിക്കുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവും. ആ അറ്റ്മോസ്ഫിയറിനകത്ത് ആളുകൾ സൗഖ്യം പ്രാപിക്കും. ദൈവരാജ്യം നിന്റെ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് വളരാൻ തുടങ്ങിയാൽ they are going to act according. They will become rich. They will become rich. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിയാലിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഞാൻ ഒന്നുകൂടെ പറയാം, വേൾഡ് സിസ്റ്റത്തെ മാറ്റാൻ God has chosen the church. ഇത് നമ്മുടെ 3-ാമത്തെ എപ്പിസോഡാണ്. ഈ 2 വാക്ക് വെച്ച് ഞാൻ ഒത്തിരി കാട് കയറിയൊന്നും പോവല്ല, ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 10-20 പേജ് വലിയ A3 വലിയ പേപ്പറിനകത്ത് എഴുതി വെച്ചേക്കുക. എൻ്റെ കയ്യിൽ നോട്ടില്ല. കാരണം ഇത് ഹൃദയത്തിനകത്ത് സ്ഥിരപ്പെടുക. രാജ്യത്തെ പ്രസംഗിക്കുക, രാജ്യത്തിൻ്റെ മെസ്സേജ്, രാജ്യത്തിൻ്റെ പൗരന്മാരെ വളർത്തുക. മതഭക്തന്മാരെ, വിശ്വാസികളെ അല്ല വളർത്തേണ്ടത്. നിങ്ങളുടെ ചർച്ചിൽ വരുന്ന ഓരോ ആളും കിങ്ഡം സിറ്റിസൺ ആണ്, സെനറ്റിൻ്റെ മെമ്പറാണ്, സിറ്റിസൺസ് റൂളിംഗ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആണെന്നുള്ള ആ ാണ് ജനത്തെ വളർത്തേണ്ടത്. അവരെ അവിടെ ഡെവലപ്പ് ചെയ്യണം. ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് വരുന്നൊരു കുടുംബം കാണും. ആ കുടുംബത്തെ ആദ്യം അവരുടെ കൾച്ചർ മാറ്റണം, ആദ്യം അവരുടെ സംസാര ശൈലി മാറ്റണം. കാരണം കിങ്ഡത്തിൻ്റെ രീതിയിൽ അവരുടെ ടോക്കാക്കണം. കിങ്ഡത്തിൻ്റെ കൾച്ചർ അവരെ കൊണ്ടുവരണം. കിങ്ഡത്തിൻ്റെ മെൻറ്റാലിറ്റി അവർക്ക് കൊണ്ട് ചേഞ്ച് ദെയർ മൈൻഡ്, ചേഞ്ച് ദെയർ ഹൃദയത്തിന്. നിങ്ങൾക്കറിയാമോ, ഈ സിസ്റ്റം മാറിയിട്ടില്ല ചിലർക്ക്. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഞാനിപ്പോൾ ഹോണറിങ് കൾച്ചറാണ്. കിങ്ഡം ഓഫ് ഗോഡിനകത്തൊക്കെ കെയറിങ് കൾച്ചറാണ്. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഗോസിപ്പില്ല, അറിയാമോ? കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഒരാളെ താഴ്ത്തി മറ്റൊരുത്തിന് ഉയരാൻ ശ്രമിക്കത്തില്ല. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഹിപ്പോക്രസി ഇല്ല. കിങ്ഡം പെർസ്പെക്റ്റീവ് പറ. Why today's Ananias and Sapphira, they are not dying? ഇന്നത്തെ അനനിയാസും സഫീറയും ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഓഫറിങ് കഴിഞ്ഞ് അവർ ചർച്ചിൻ്റെ സെക്രട്ടറി ആയനെ. അനനിയാസും സെക്രട്ടറിയും അനനിയാസിൻ്റെ ഭാര്യ സഫീറ സഹോദരി സമാജത്തിൻ്റെ പ്രസിഡന്റും ആയനെ. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അനനിയാസ് എന്തുകൊണ്ടാണ് അവിടെ തോറ്റുപോയി? എനിക്ക് സത്യത്തിൽ ഗ്രേസ്, ഞാൻ മൊത്തം കൂടെ ബൈബിളിനെ A to Z ഗ്രേസിൽ യാത്ര ചെയ്ത ആളാണ്. അനനിയാസിനെ ഞാൻ ഒരുപാട് രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ കിങ്ഡം ഓഫ് ഗോഡിനകത്താണ് എനിക്കത് മനസ്സിലായത്. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് പ്രശ്നം, ദർ ഇസ് നോ ഓണർഷിപ്പ്. നമുക്ക് കയ്യിലെല്ലാം വെച്ചേക്കാം, പക്ഷെ നമ്മുടെ ഹാർട്ട് ഒരിക്കലും നമ്മുടെ പ്രോപ്പർട്ടി പോകരുത്. ഹാർട്ട് ഒരിക്കലും നമ്മുടെ പ്രോപ്പർട്ടി പോകരുത്. ഇവരെന്ത് ചെയ്തു? തങ്ങളുടെ വസ്തു വിറ്റു, അതിനാ പകുതി എടുത്ത് അവർ വെച്ചിട്ട് അവർ ഹൃദയത്തിൽ ചിന്തിച്ച്, എനിക്കൊന്ന് ഭാര്യയും ഭർത്താവോടെ പറഞ്ഞാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ടോട്ടലി എന്തിനല്ല, ദൈവരാജ്യത്തിലല്ല. അവരുടെ ഹാർട്ട് ചേഞ്ച് അല്ല, അവരുടെ ഹാർട്ടിനാണ് പ്രശ്നം. പൈസ പ്രശ്നമല്ല, കാശ് മാറ്റി വെച്ചതല്ല പ്രശ്നം, ഓഫറിങ് കുറച്ച് കൊണ്ടിട്ടതല്ല പ്രശ്നം.
ദ ഹാർട്ട് വാസ് കറപ്റ്റഡ്. സോ സംഭവിച്ചെന്താ, ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ഭയങ്കര ഹോളി ആയിട്ട് നിൽക്കാൻ പറ്റും, പക്ഷേ ഇൻസൈഡിൽ ദേ ആർ ഹിപ്പോക്രൈറ്റ്സ്. സോ ദെയർ ഇസ് നോ ഹിപ്പോക്രസി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. If you are a hypocrite in the religion, you will become a Pharisee, you will become a very great preacher. But if you are a hypocrite in the kingdom of God, you will die. You will die. നിന്നെ ആരും കൊല്ലൂല, നീയേ ചത്തുപോകും. അവിടെ പൗലോസ്, അവിടെ പീറ്റർ കൊന്നൊന്നുമല്ല എഴുതിയിരിക്കുന്നത്, അവർ വീണി ചത്തുന്ന. കാരണം അവരുടെ ഹാർട്ട് അത്രത്തോളം കറപ്റ്റഡ് ആയിപ്പോയി. So the kingdom of God is so much powerful, brothers and sisters. ഞാൻ പറഞ്ഞില്ലേ, ദൈവരാജ്യം നമ്മുടെ ചർച്ചിൽ പ്രസംഗിച്ചു നോക്കുക, എത്ര സഭയിൽ ആളുകൾ കാണുന്നു പറ. ഇവിടെ 25,000 വിശ്വാസികളുണ്ടെന്നൊക്കെ പറയുന്ന സഭയുണ്ടല്ലോ. നമുക്ക് കറക്റ്റായിട്ട് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ റൈച്ചസ്നെസ് ആൻഡ് ദ കിങ്ഡം നമുക്ക് പ്രസംഗിക്കാം. നിങ്ങളുടെ 22,000 വിശ്വാസിയെ ഞാൻ 2,000 വിശ്വാസമായിട്ട് ചുരുക്കിത്തരാം. നിങ്ങളുടെ 22,000 വിശ്വാസിയെ ഒരു 2 മാസം കൊണ്ട് 2,000 ആക്കി നെഞ്ചിരി ചുരുക്കിത്തരാം. എന്താണെന്നറിയുമോ? തട്ടിപ്പും വെട്ടിപ്പും മാറ്റിയാൽ മതി, സത്യം പറയാൻ തുടങ്ങിയാൽ മതി. സത്യം എന്ന കാറ്റടിക്കുമ്പോൾ വേരില്ലാത്ത എല്ലാ മരവും താഴെപ്പോകും. യേശു ഭയങ്കര മിടുക്കൻ. യേശുവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഒരു 30,000 ആളുകൾ വന്നു. 30,000 ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് യേശുക്രിസ്തു നോക്കി പറഞ്ഞു, സോ മച്ച് ഇറിറ്റേറ്റഡ്. നമ്മളിപ്പം നമുക്ക് 10 പേര് കൂടുമ്പോൾ നമുക്കിങ്ങനെ ഹാപ്പി ആവും, ഭയങ്കര ഹാപ്പിയാണ് ഇല്ലേ? നമ്മുടെ ചർച്ചിൽ ഒരു 100 പേര് നമുക്ക് എക്സ്ട്രാ എനർജി. യേശുക്രിസ്തുവിൻ്റെ കൂടെ 10 ആൾ കൂടിയാൽ യേശു അന്നേ ഇറിറ്റേറ്റഡ് ആവും. യേശു അന്നേരം പോലും പിന്നെ തലതിരിഞ്ഞേ പ്രസംഗിക്കത്തുള്ളൂ. നമ്മൾ ബൈബിൾ നോക്കി, യേശു പിന്നെ അന്ന് വരെ പ്രസംഗിക്കാത്തത് അങ്ങ് പ്രസംഗിച്ചു. അപ്പത്തിൻ്റെയും മീൻ്റെ ഒക്കെ കാര്യം കൂടുതൽ എല്ലാത്തിനും ഭയങ്കര ഹാപ്പി മീറ്റിംഗ് കഴിഞ്ഞ്, വലിയ ക്രൂസൈഡൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാം കൂടെ ചാടിക്കൂടി വരിക. ക്രൈസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഈ തിന്നുന്ന അപ്പത്തിന് വേണ്ടി അല്ലേ അടക്കുന്നത്? മനുഷ്യപുത്രനോട് ചോദിച്ചാൽ നശിച്ചു പോകാത്ത അപ്പം മനുഷ്യപുത്രൻ തരും. അപ്പോൾ അമ്മരെല്ലാം കൂടെ ഇങ്ങനെ കിളി പോയി. എന്നിട്ട് അടുത്ത് പറയുകയാണ്, ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാണ്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവനൊന്നും ജീവനില്ല. ഈ പ്രസംഗം കേട്ടോണ്ട് ആരിരിക്കും? ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല കേട്ടോ. ഇതിനകത്ത് പ്രീച്ചേഴ്സ് നീ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഒത്തിരി ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല, കാരണം അത് വലിയൊരു ട്രൂത്താണ്. തിരുമേശയാണ് ഹോളി കമ്മ്യൂണിയൻ. ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോൾ സെനറ്റിനകത്തെ ഫുഡാണ്, അതായത് കിങ്സ് ടേബിളാണ്. ഈ തിരുമേശ എന്ന് പറയുന്നത് രാജാവിൻ്റെ പന്തിഭോജനം ഒന്നാണ്. ഇവിടെ കിട്ടിയോ? 5,000 പേർ കൊടുത്ത ആ വെളിയിലുള്ള ഔട്ടറിലെ പാർട്ടി. അത് ആ പാർട്ടി കഴിഞ്ഞിട്ട് അതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളിനോട് കർത്താവ് പറഞ്ഞില്ല, രാജാവിൻ്റെ ടേബിളാണ് ഒറിജിനൽ കിങ്ഡം എന്ന് പറഞ്ഞു. ആളെല്ലാം പൊഴിഞ്ഞു, വന്ന വഴി ഓടി. 12 അപ്പോസ്തലന്മാരുടെ കാലുകളും പുറകോട്ട് ചലിക്കാൻ തുടങ്ങി. അപ്പം ക്രൈസ്റ്റ് അവരുടെ മുഖത്ത് നോക്കി, നിങ്ങൾക്കും പോകുന്നേ പൊക്കോളാൻ പറഞ്ഞു. പോകുന്നെങ്കിൽ പോടാന്ന് പറഞ്ഞു. അപ്പം പീറ്ററിന് മനസ്സിലായി, നിന്റെ കയ്യിലെ നിത്യജീവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? ഹയർ കൈൻഡ് ഓഫ് ലൈഫ്. നിന്റെ കയ്യിലെ ഹയർ കൈൻഡ് ഓഫ് ലൈഫ് ഉണ്ട്, മൊഴികളുള്ളൂ, ദ വേർഡ് ഓഫ് എറ്റേണൽ ലൈഫ്. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകുന്നു? അതായത് 30,000 പേരുള്ള ക്രൗഡിനെ ജീസസ് ചുരുക്കി 11 ആക്കി. 12 അന്നേരം യേശു ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ നടുവിൽ ഒരുത്തം പിശാചാണ്. നമ്മളന്നേ പറയും, ഈ യേശുവിനെ ഇനി മേലെ മിനിസ്ട്രിക്ക് വിളിച്ചേക്കരുത്. 30,000 ആയിരുന്ന ഗ്രൂപ്പിനെ 11 ആക്കി മാറ്റിക്കളഞ്ഞു. നമ്മുടെ ആളുകൾ 11നെ 30,000 ആക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുക. ഇതൊക്കെ ബിസിനസ്സാണ്. നമ്മൾ ക്രൗഡിനെ കൂട്ടാൻ ശ്രമിക്കുക, ജീസസ് ക്രൗഡിനെ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇതാണ്, ഇത് മനസ്സിലാക്കണം. കാരണം ഇത് ചെറുതായെങ്കിലേ ഇത് യൂസ്ഫുൾ ആവത്തുള്ളൂ. ഈ ബഹുസഹസ്രം ജനത്തെ വെച്ചുകൊണ്ട് ഒരു രാജ്യം പണി നടക്കൂല. ഒരു 1,00,000 പേര് സഭയെ വന്നോട്ടെ, ഞാൻ അതിന് കുറ്റം പറയാലോ. ഞാൻ പറയുന്ന സെൻസ് മനസ്സിലാക്കുക. Catch my spirit, not my word. Catch my spirit. ഒരു ചർച്ചിൽ 1,00,000 അല്ല,
10 ലക്ഷം പേര് വന്നാലും നോ പ്രോബ്ലം. പക്ഷേ കർത്താവിൻ്റെ മേശയുടെ അരികിൽ, ഞാനത് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. മേശയ്ക്കൊരു മഹത്വമുണ്ടറിയോ? ഈ വർഷങ്ങൾക്ക് മുമ്പ് യോനാഥാൻ്റെ മകനായ മെഫീബോശെത്ത് യോനാഥാനും അവൻ്റെ പിതാവായ ശൗലും കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സീബ എന്ന് പറഞ്ഞൊരു ബാല്യക്കാരത്തി, ഭൃത്യാന്നോ, ഇവനെ എടുത്തുകൊണ്ട് ഓടുക. പോകുന്ന വഴിയിൽ വീണവൻ്റെ കാലുകൾ തളർന്നുപോയി, അരയിൽ നിന്ന് തളർന്നുപോയി. രാജാവ് ദാവീദ് സിംഹാസനത്തിലെത്തിയപ്പോൾ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഞാൻ യഹോവയുടെ ദയ കാണിക്കേണ്ടത്. ആരെങ്കിലും ഒന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്യേണ്ട ഒരു വാചകം, ഞാൻ യഹോവയുടെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്തോ വാക്കാന്ന് നോക്കി. ഓ, യഹോവയുടെ ദയ കാണിക്കാം. അപ്പം ആരോട് പറഞ്ഞു, ഇങ്ങനെ യോനാഥാനിൻ്റെ ഒരു പുത്രനുണ്ട്, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. വന്നപ്പോൾ കാണാം കയ്യും കാലും നടക്കാൻ വയ്യ, തറയ്ക്കൂടെ എഴയുക, നടക്കാൻ പറ്റില്ല. കൈകൾ കുത്തി കാലുകൾ ഇഴഞ്ഞുകൊണ്ടിരുത്തം വരിക. മെഫീബോശെത്തെ എന്ന് വിളിക്കുന്നു. അവനോട് പറയുന്ന അവസാനം എങ്ങനെയാ? നീ രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, ലോകത്തിന് ആയിരക്കണക്കിന് പ്രഭുക്കന്മാരും അനേകം രാജാക്കന്മാരും അന്യരാജ്യത്തെ ശ്രേഷ്ഠന്മാരൊക്കെ വന്ന് പന്തിഭോജനത്തിലിരിക്കുന്ന മേശയുടെ അരികിൽ മെഫീബോശെത്തെ നീയും വന്നിരിക്കണം, നീയും ഇരിക്കണം, നീ അവിടെ ഇരുന്നോണം. അപ്പം അവൻ പറയും, എൻ്റെ കാല്, ഇത് ദൈവകൃപയുള്ളവർ ക്യാച്ച് ചെയ്യേണ്ട ഒരു സന്ദേശം പറയും. എൻ്റെ കാലിങ്ങനെ, മോനെ നിൻ്റെ കാല് ഭൂലോകത്തിൽ ഒരു പ്രഭുവും കാണത്തില്ല. നിന്റെ ബലഹീനത, നിന്റെ കുറ്റം, നിന്റെ കുറവ്, നിന്റെ പോരായ്മ പ്രപഞ്ചത്തിലെ ഒരു രാജാവിൻ്റെയും പ്രഭുവിൻ്റെയും കണ്ണിൽ വരത്തില്ല. കാരണം ഈ മേശ നിന്റെ ബലഹീനതയെ മറയ്ക്കുന്ന മേശയാണ്. കർത്താവിൻ്റെ പന്തിഭോജനം, യേശുക്രിസ്തുവിൻ്റെ തിരുമേശ, മഹത്വത്തിൻ്റെ ആ രാജകീയ ഭോജനത്തിൻ്റെ മഹത്വം ഞാൻ പറയാം. ഈ മഹത്വമുള്ള മേശ നിന്റെ പോരായ്മയെ മറച്ചു കളയും. നിന്റെ മുടന്തിനെ മായ്ക്കുന്നതാണ്. നിന്റെ മുടന്തിനെ, നിന്റെ കഴിവുകേടിനെ, നിന്റെ ബലഹീനതയെ മറയ്ക്കുന്നതാണ് ഈ മേശ. വി ആർ ഈറ്റിംഗ് ഇൻ ദ കിങ്സ് ടേബിൾ. thousands and thousands of problems നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. പക്ഷെ when I am coming to the table, problems. ഞാൻ മേശയുടെ അരികിലോട്ട് വരും, ഞാൻ രാജാവിൻ്റെ പന്തിഭോജനത്തിലേക്ക് വരും. ഇത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. എൻ്റെ പ്രതിസന്ധികളെ മായ്ക്കുക, എൻ്റെ പ്രശ്നങ്ങളെ മായ്ക്കുക, എൻ്റെ കുറവുകളെ മറയ്ക്കുക. ഒരു വലിയ മേശ, രാജാവിൻ്റെ മേശയുടെ കീഴിൽ എൻ്റെ പ്രതിസന്ധികൾ അമർന്നു പോവുകയാണ്. We are preaching what is the reality of the world. ഞാൻ ഒരുപാട് നിങ്ങളെ ഇനി ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങളൊന്ന് തൊട്ടിട്ട് പോയല്ലേ, കുറച്ച് 10-15 മിനിറ്റ്. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ആ വേൾഡിലേക്ക് കൊണ്ടുവന്ന് ഞാനങ്ങ് നിർത്തിക്കോളാം പെട്ടെന്ന്. ഇടയ്ക്ക് മെഫീബോശത്തിലേക്ക് പോയി, ഞാനത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. The earth, Jesus came to this earth to save the world. God loved the world. Jesus took the sins of the world. Corrupted system. എപ്പോഴും സത്യം, വേൾഡ് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് മാൻ, ഹ്യൂമാനിറ്റിയെ കുറിച്ചല്ല. വേൾഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാണ്, അതോറിറ്റി, ഇൻഫ്ലുവൻസിങ് ഫാക്ട്, കളക്റ്റീവ് സിസ്റ്റം ഓഫ് ദ വേൾഡ്. ജീസസ് കെയിം ടു സേവ് ദ വേൾഡ്. ഇന്ന് ഒരു കുഞ്ഞു പോയിന്റ് മാത്രം, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താൻ പോവാം. യേശുനാഥൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശുവിൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ എങ്ങോട്ട് അയച്ചത്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി. ഇത് വളരെ പ്രധാനപ്പെട്ട വേർഡാണ്. ഭൂലോകത്തിൽ ഒക്കെയും പോയി, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. ഭൂലോകം, the world. You go to the world and preach the kingdom of God. The world means the corrupted system,
the darkened world, the ignorant world. Go to the world and preach the kingdom of God. ഇനി നിങ്ങൾ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കും. നിങ്ങൾ ചിലയിടങ്ങളിൽ സ്ട്രക്കപ്പ് ആകാൻ പോവുക. നിങ്ങളവിടെ ചിലയിടത്ത് സ്ട്രക്കാകാൻ പോവുക. നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത നിലയിൽ ചില വാക്യങ്ങൾ നിങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കാൻ പോവുക. വേൾഡ്, ലോകം എന്ന് കേൾക്കുമ്പോൾ അവിടെ നിൽക്കണം. അതൊരു സിസ്റ്റമാണ്. നിങ്ങൾ കുറച്ചു നേരം നിന്നാൽ മതി, രാജ്യത്തിൻ്റെ മുത്തുക്കൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പെറുക്കിയെടുക്കാൻ പറ്റും. ജീസസ് I am the light of the world system. നിങ്ങൾക്കറിയുമ്പോൾ ജീസസ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, what is darkness? Darkness is not is not മന്ത്രവാദമല്ല, ആഭിചാരമല്ല, കൈവശമല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഡാർക്ക്നെസ് ആണ്, അജ്ഞതയാണ്, അറിവുകേടാണ്. ഈ അറിവുകേടിനൊരു പവർ ഉണ്ട് കേട്ടോ. അൺബിലീഫ് ഈസ് മോർ പവർഫുൾ ദാൻ ഫെയ്ത്ത്. നിങ്ങൾക്കറിയാമോ? അൺബിലീഫ് എന്ന് പറയുന്നത് ഫെയ്ത്തിനേക്കാൾ പവർഫുള്ളാണ്. ഒരാൾ അവിശ്വസിച്ചാൽ ദൈവത്തിന് പോലും പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സിലാവും? നിങ്ങളുടെ ഫെയ്ത്ത് സോ പവർഫുൾ ആണ്, പർവ്വതങ്ങളെ മാറ്റാനുള്ള പവർ ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം യുവർ അൺബിലീഫ് ഈസ് ഓൾസോ മോർ പവർഫുൾ. ഇഫ് യു ആർ നോട്ട് ബിലീവിങ്, നിങ്ങളുടെ അൺബിലീഫിന് ദൈവത്തെ തടയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈവൻ ഗോഡ്, സർവശക്തനായ ദൈവത്തിന് പോലും ചലിക്കാൻ പറ്റില്ല. സോ ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഡാർക്ക് ആൻഡ് വേൾഡിൽ നിന്ന് അറിവിലേക്കുള്ള യാത്രയാണ്. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, വി ആർ ദ വിസ്ഡം ഓഫ് ദ വേൾഡ്, വി ആർ ദ നോളജ് ഓഫ് ദ വേൾഡ്, വി ആർ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. നമ്മളാണ് ലോകത്തിൻ്റെ വെളിച്ചം. ക്രിസ്ത്യാനി ലോകത്തിൻ്റെ വെളിച്ചമാണ്. ക്രിസ്ത്യാനിയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വെളിച്ചം കൊണ്ടുവരേണ്ടത്. നമുക്ക് കിങ്ഡം സിറ്റിസൺസ്, അതായത് കിങ്ഡം സിറ്റിസൺസ് പൊളിറ്റിക്സ്, ഞാൻ അതുകൊണ്ടാണ് കിങ്ഡം സിറ്റിസൺസ് പൊളിറ്റിക്കൽ പാർട്ടിയിൽ എത്തണം. അപ്പം ക്രിസ്ത്യാനി വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ക്രിസ്ത്യാനികളെ ഒരുപാട് മന്ത്രിമാരും MLA മാരും ഒക്കെ ഇഷ്ടം പോലെ ഒരു ഗുണമില്ല. അവന്മാർ കുമ്പിടി കള്ളന്മാരാണ്, സാധാ കള്ളനല്ല, കള്ളനെ മോട്ടിക്കുന്ന കള്ളന്മാരാണ്. ഒരു ക്രിസ്ത്യാനി ഇവിടുത്തെ പൊളിറ്റിക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. ക്രിസ്ത്യാനി മറിച്ച് ദൈവരാജ്യത്തിൻ്റെ പൗരൻ വേണം ആ സിസ്റ്റത്തിനകത്ത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതായത് ഇഗ്നോറൻസ് വളരെ പ്രധാനപ്പെട്ട വിഷയം. അതായത് അതുപോലെ ഒരു വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 8:12 യേശു പറഞ്ഞത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതിൻ്റെ 23 ഇങ്ങനെ പറഞ്ഞത്, അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, അതായത് യഹൂദന്മാരോട്, നിങ്ങൾ ഈ കീഴിൽ നിന്നുള്ളവരാണ്, ഞാൻ മേലിൽ നിന്നുള്ളവൻ, ഐ ആം ഫ്രം അബോവ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ. കീഴിൽ നിന്നുള്ളവർ എന്ന വാക്കിനർത്ഥം യു ആർ ഫ്രം എർത്ത് എന്നാണ്. യു ആർ ഫ്രം എർത്ത്. ഐ ആം ഫ്രം അനദർ വേൾഡ്. യു ആർ ഫ്രം this world. You are from this world. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. You are from this world means you are from the system of this world. ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവൻ അല്ല. I am not of this world. That means എൻ്റെ സിസ്റ്റം ഈ വേൾഡിൻ്റെ സിസ്റ്റം അല്ല. I am from another system. I am from another influencing fact. ഞാൻ വേറൊരു റലത്തിൽ നിന്ന് വന്ന ആളാണ്. I am from above. I am not from this world. The word world is very much important. Okay. ഇനി 2 പ്രധാന വിഷയങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. 2 കാര്യം. ഒന്ന്, ഞാനതിന് 1-2 പ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. അതായത് ഈ ഒന്നാമത്തെ പോയിന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ചേഞ്ച്, അതായത് വേൾഡിനെ ചേഞ്ച് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ള ഒരു പഠനമുണ്ട്. അത് നാളത്തെ കഴിഞ്ഞുള്ള അടുത്ത ദിവസം നമ്മളത് ചിന്തിക്കും. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഐ വിൽ ടീച്ച് യു അബൌട്ട് ദ പ്രിഫിക്സ് ഓഫ് ദ വേൾഡ്. അതായത് ദൈവം എങ്ങനെയാണ് ഈ ഭൂമിയെ തിരിച്ചെടുത്തത്, അല്ലെങ്കിൽ ഈ തിരിച്ചെടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവപുത്രൻ ഉപയോഗിച്ച കുറച്ച് പദങ്ങളുണ്ട്. നമ്മളതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം.
ഈ റിപ്പൻറ്റ്, നമുക്കറിയാം റിപ്പൻറ്റ് എന്ന പദം. നിങ്ങൾക്കറിയാം ബൈബിൾ ദൈവരാജ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഹ്യൂമാനിറ്റിയോട് പറഞ്ഞ വേർഡ് എന്താ? റിപ്പൻറ്റ്. ജീസസിൻ്റെ പബ്ലിക് പ്രൊനൗൺസിയേഷൻ എന്നറിയാം, ദ ഫസ്റ്റ് വേർഡ് ഫ്രം ദ മൗത്ത് ഓഫ് ജീസസ്. ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്, അല്ലെങ്കിൽ അറ്റ് ഹാൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അറൈവ്ഡ്. ദ കിങ്ഡം ഓഫ് ഗാഡ് അറൈവ്ഡ്, സോ റിപ്പൻറ്റ്. ചേഞ്ച് യുവർ തിങ്കിങ് സിസ്റ്റം എന്നാണ്. അപ്പം നിങ്ങൾക്കറിയാമോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റിപ്പൻറ്റ്. ഒറിജിനലി റിപ്പൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ ഉപയോഗിച്ച റീ എന്നൊരു വാക്കുണ്ട്. റീ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വന്നിടത്തേക്ക് തിരിച്ചു പോവുക, ബാക്ക്, പുറകിലോട്ട് പോകുക, റിവേഴ്സ്. അപ്പം തിരികെ പോവുക, അതായത് ഒറിജിനലിലേക്ക് മടങ്ങി പോവുക എന്ന്. അപ്പം എവിടെയെങ്കിലും റീ കണ്ടാൽ ഓർത്തോണം, ദാറ്റ് ഈസ് എ കോൾ ടു ഗോ ബാക്ക്. അപ്പം റിപ്പൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ കിങ്ഡം ആൻഡ് റിപ്പൻറ്റ്? പക്ഷെ ഇവിടെ പ്രശ്നം എന്നറിയുമോ, ഈ റിപ്പൻറ്റിനെ റിലീജിയൻ എടുത്തു, റീപെനൻസ് എന്നാക്കി. റീപെനൻസ് എന്ന് പറഞ്ഞാൽ അറിയുമോ, ഈ 5ാമത്തെ നൂറ്റാണ്ട് കഴിഞ്ഞ ഒരു കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ സഭയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടായി. പെനൻസ്, അതായത് പാപപരിഹാര ചീട്ടെന്ന് പറയുന്ന ഒരു കൊള്ളരായ്മ വന്നു. കൊള്ളരായ്മയാണ്, അതിനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മതത്തെ നമുക്ക് എന്തായാലും മാറ്റി നിർത്താം. അത് ഒരു കൊള്ളയായിരുന്നു. പാപം ചെയ്യുന്നവൻ പൈസ കൊടുത്താൽ, കാശ് കൊടുത്താൽ പാപങ്ങൾക്ക് മോചനം കിട്ടും. അതിനെ റീപെനൻസ് എന്നാക്കി. ഇത് ഈ റിപ്പൻറ്റൻ്റ് എന്ന വേർഡിനെ മതമെടുത്ത് നശിപ്പിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പെനൻസ് റീപേ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലായി. പെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാപപരിഹാരം ചീട്ട്, അല്ലെങ്കിൽ ഇഫ് യു പേ മണി. ഇപ്പം ഒരു $25 കൊടുത്തു കഴിഞ്ഞാൽ വ്യഭിചാരം ഒക്കെ കുറ്റം, ഒരു വ്യഭിചാരമൊക്കെ ക്ഷമിക്കണമെങ്കിൽ $25 കൊടുത്താൽ മതിയായിരുന്നു. എന്തൊരു ഭാഗ്യമാണ് നോക്കിയത്. ഏത് പോകൃത്തരം കാണിക്കാൻ ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ. ഭാഗ്യമൊന്നും ഞാൻ പറഞ്ഞില്ല, ക്ഷമിക്കണം കേട്ടോ. റീപെനൻസ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് റിപ്പൻറ്റൻസ് നമ്മുടെ ചർച്ചിൽ, ഇപ്പം നമ്മൾ ഈ കേൾവിക്കാരല്ലാതെ ഇതിനപ്പുറത്തുള്ള എല്ലാ സഭകളിലും നിങ്ങൾ ചോദിക്കുക, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിപ്പൻറ്റൻസ്? ഒരു ഉദ്ദേശം പിടിച്ച് ചോദിച്ചു, പാസ്റ്റർ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിപ്പൻറ്റൻസ്? അപ്പോൾ പുള്ളിയുടെ പാപങ്ങൾ ഏറ്റു പറയാൻ പറയും. അല്ലേ? സത്യമല്ലേ? ചെയ്ത പാപങ്ങളെ ഏറ്റു പറയാൻ പറയും, ഇല്ലേ? ചെയ്ത പാവങ്ങളെല്ലാം ഏറ്റുപറ, അങ്ങനെയല്ലേ പറയത്തുള്ളൂ റിപ്പൻറ്റൻസിന്. അപ്പം ഒരുത്തൻ കള്ളു കുടിച്ചാൽ പറയും മാനസാന്തരം പോയെന്ന് പറയും, മാനസാന്തരം. അപ്പം നമ്മുടെ നാട്ടിൽ റിലീജിയനകത്ത് റിപ്പൻറ്റൻസ് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക? സൽഗുണവുമായിട്ട് കണക്ട് ചെയ്യുക. ദ ക്യാരക്ടർ ഈസ് കണക്റ്റഡ് വിത്ത് റിപ്പൻറ്റൻസ്. ക്യാരക്ടറിനകത്ത് എന്തെങ്കിലും മോശം വന്നാൽ അവിടെ പറയാം റിപ്പൻറ്റൻസ് കുഴപ്പമാണ്. എന്ത് രസമെന്നറിയുമോ ഇവിടുത്തെ? നിങ്ങളിത് ഇരുന്ന് പഠിക്കണം. ഈ മതങ്ങൾ നമ്മളെ കാണിച്ചേക്കുന്ന പരിപാടികൾ ഇത് എന്തുകൊണ്ടാണ് റിപ്പൻറ്റൻസ് പാപമായിട്ട് കണക്റ്റഡായി? റിപ്പൻറ്റൻസും പാപവും തമ്മിൽ എന്താ ബന്ധം? റിപ്പൻറ്റൻസ് ഇസ് എ വേർഡ് ഫോർ ദ കിങ്ഡം. അതൊരു പൊളിറ്റിക്കൽ ടേമാണ്. അല്ലാതെ നിങ്ങളിങ്ങനെ മൂക്കിയിട്ടല്ലോ ചോദിക്കണേ, അയ്യോ ഞാൻ കരഞ്ഞു, മൂക്കിപ്പിടി വലിച്ചേ, ഇതല്ല റിപ്പൻറ്റൻസ്. ഇതെങ്ങനെയാണെന്നറിയോ? ഇത് ചർച്ച് കാണിച്ചൊരു കൊള്ളറായ്മയാണ്. ചർച്ച് മതം പാപം ചെയ്യുന്നവനെ റീപെനൻസ് ആക്കി, പാപപരിഹാര ചീട്ട് കൊണ്ടിട്ടു. അങ്ങനെ അതിനകത്തൂടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശുദ്ധന്മാരുടെ കയ്യിൽ റിപ്പൻറ്റൻസ് എന്തായി? പാപമോചനത്തിനുള്ള മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പാപങ്ങളെ കണ്ട് അനുദപിച്ച് കരയുക, നിലവിളിക്കുക, തെറ്റുകളെ ഏറ്റുപറയുക. റിപ്പൻറ്റൻസ് എവിടെ കൊണ്ട് കണക്ട് ചെയ്തു? എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ഇത് ദൈവരാജ്യമായിട്ട് ബന്ധമില്ല. ഇത് മതങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഓരോ തട്ടിക്കൂട്ട് പരിപാടികളാണ്. ദ വേർഡ് റിപ്പൻറ്റൻസ്, വാട്ട് ഈസ് ദ റിയൽ മീനിങ്? ഇംഗ്ലീഷിൽ പറഞ്ഞ റീപെൻറ്റ് മീൻസ് ഏറ്റവും മുകളിലുള്ളതെന്ന്. റീപെൻറ്റ് മീൻസ് കം ബാക്ക് ടു ദ പെൻറ്റ് എന്നാണ്. കം ബാക്ക് ടു ദ പെൻറ്റ്.
പെൻറ്റ് ഹൗസ് കേട്ടിട്ടില്ലേ? വലിയ ഫ്ലാറ്റിൻ്റെ ഒക്കെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിനെ പറയുന്നത് പെൻറ്റ് ഹൗസ്. ഏറ്റവും ടോപ്പിലാണ് പെൻറ്റ് ഹൗസ്. പെൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ടോപ്പ് എന്നാണ്. റീപെൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം മൂക്കിപ്പൊടി ചീറ്റിക്കളയാനല്ല, വെറ്റില എടുത്ത് കളയാനല്ല, കുടി നിർത്താനല്ല, കള്ളം പറയുന്നതല്ല, ഇതൊന്നും അല്ല പരിപാടി. സദ്ഗുണത്തിലേക്കുള്ള യാത്രയല്ല റിപ്പൻഡൻസ്, ടോപ്പിലേക്കുള്ള ബാക്കിംഗ്. റീപെൻഡ്, തിരിച്ചു വാടാ ഉയർന്ന സ്ഥലത്തേക്കാണ് അതിൻ്റെ അർത്ഥം. ദ കിങ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കിങ്ഡം ഓഫ് ഗോഡ് അറൈവ്ഡ്. ദൈവത്തിന്റെ രാജ്യം എന്താ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ താഴെ കിടന്ന് ഈ മണ്ണി കിടക്കുന്ന നീ എല്ലാം കൂടെ കയറി മുകളിലോട്ട് വാ എന്നതിൻ്റെ അർത്ഥം. യു ടേൺ, ടേൺ ബാക്ക് ടു ദ പെൻഡ്. പെൻഡിലേക്ക് തിരിച്ചു വാ, പെൻഡ് ടോപ്പിലേക്ക് വാ. മനുഷ്യ, നീ വീണ നിന്റെ ആ ഹൈറ്റിലേക്ക് തിരിച്ചു വരാനുള്ള ആഹ്വാനമാണ് റിപ്പൻഡൻസ്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. ഇത് ഒരു ദിസ് ഇസ് എ പ്രിഫിക്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്, ഞാനത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഏകദേശം ഒരു 10 കാര്യമുണ്ട്. ടുമോറോ ഐ വിൽ ഗോ ത്രൂ ഇറ്റ്. സോ വാട്ട് ഈസ് ദ പവർ? ഞാൻ ഒരു കാര്യം പറയാം. എന്താണ് ഈ ഭൂമിയെക്കുറിച്ച് ഒരു വാക്ക്. വാട്ട് ഈസ് ദ പവർ ഓഫ് എർത്ത്? എന്താണ് എർത്തിൻ്റെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞു, എർത്ത് ഈസ് നോട്ട് എ കറപ്റ്റഡ് വൺ. എർത്ത് ഈസ് നോട്ട് എ പ്രോബ്ലം. ദർ ഇസ് നോ വയലേഷൻ ഇൻ ദ നേച്ചർ. ദ ട്രീസ് ആർ നോട്ട് ഇൻ വയലേഷൻ. ഈവൻ ദ ആനിമൽസ് ആർ നോ വയലേഷൻ. ദർ ഇസ് നോ ഹോമോസെക്ഷുവാലിറ്റി. ദർ ഇസ് നോ ലെസ്ബിയനിസം among the dogs. ഏതായാലും ഒരു മാമ്പട്ടിയും കൂടെ ഹോമോസെക്ഷുവാലിറ്റിയിൽ ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇതൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സിസ്റ്റമാണ്. അമേരിക്കയിലൊക്കെ അതിന് നിയമമാണ്. അമേരിക്കൻ നിയമം, ക്രിസ്തീയ രാജ്യമാണ്. പിണങ്ങരുത് എന്നോട്. ഇത് നിയമമൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ സഭ എന്തെടുക്കുന്നു? ഉറക്കം തൂങ്ങുമായിരുന്നു. ചർച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള തിന്മയ്ക്കെതിരെ, ഇമ്മോറാലിറ്റിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം ചർച്ച്. അതിനെ ചർച്ച് വളർത്തേണ്ടത്. ചർച്ച് സ്ട്രോങ് ആവണം. നിർത്തുക. ദ പവർ ഓഫ് എർത്ത് മീൻസ് ഹൂ എവർ കൺട്രോൾ ദ എർത്ത്, കൺട്രോൾ ദ വേൾഡ്, കൺട്രോൾ ദ എർത്ത്. അതായത് ആരൊക്കെയാണ് വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഭൂമിയെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ദ ഹൂ എവർ കൺട്രോൾ ദ വേൾഡ്, ദ സിസ്റ്റത്തെ ആര് കൺട്രോൾ ചെയ്യുന്നു, ദേ ക്യാൻ കൺട്രോൾ ദ എർത്ത്. എർത്ത് മീൻസ് റിസോഴ്സ്. എർത്ത് മീൻസ് എന്താണ്? റിസോഴ്സാണ്. അതായത് ഈ എർത്ത് എന്ന് പറയുന്നതിനകത്താണ് ദൈവത്തിൻ്റെ മൊത്തം റിസോഴ്സ് കിടക്കുന്നത്. എവ്രി വൺ വാണ്ട്സ് ടു കൺട്രോൾ ദ വേൾഡ്. എല്ലാവർക്കും ആഗ്രഹം എന്താണ്? വേൾഡിനെ കൺട്രോൾ. അതുകൊണ്ടല്ലേ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ചീപ്പ് പൊളിറ്റിക്സ് കണ്ടിട്ടില്ലേ? അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോകുക, അതിന് ആര് ജയിക്കണം, അതിൻ്റെ ഉള്ള നാടകങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വിവരമുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല. പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്ന വെറും ചീപ്പ് പൊളിറ്റിക്സ്. എന്തിനാണ്? എങ്ങനെങ്കിലും ഈ വേൾഡ് സിസ്റ്റത്തിൻ്റെ കൺട്രോളിൽ വരണം. ചീപ്പ് പൊളിറ്റീഷ്യൻ, ചീപ്പ്. ഇതൊക്കെ കാണുമ്പം രക്തം ഇങ്ങനെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം വൃത്തികേടാണ്. വെറും ചീപ്പായിട്ടുള്ള പൊളിറ്റിക്സ്. കാരണം എന്താ പറയുമ്പോൾ വേൾഡ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ എർത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പം ഇവിടെ കറപ്ഷൻസിനെതിരെ പോരാട്ടം, പ്രൊട്ടസ്റ്റിംഗ്. ഈ പറയുന്നവരെയൊക്കെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കൊടുത്താൽ കള്ളന്മാരുടെ കൂടാണ്. അതിൻ്റെ മേളിൽ നിൽക്കുന്നവ മുതൽ താഴെ നിൽക്കുന്നവരെ നല്ല ഒന്നാന്തരം കറപ്റ്റഡാണ്. ഈ കറപ്റ്റഡ് ആളുകളാണ് കറപ്ഷനെതിരെ പ്രൊട്ടസ്റ്റ്. അതാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന നാടകം. എല്ലാം കറപ്ഷനാണ്. ഇപ്പം നടത്തുന്നവനും കറപ്ഷനാണ്, യുദ്ധം ചെയ്യുന്നവനും കറപ്ഷനാണ്, കൂട്ട കറപ്ഷനാണ്. കാരണം ഗവൺമെൻറ് എന്ന് പറയുന്നതാണ് വേൾഡിൻ്റെ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്. അടുത്ത് വേറൊരു വാക്യമുണ്ട്. ആ വാക്യം കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്താൻ പോകും. നമ്മുടെ ബൈബിളിലെ ഒരു നല്ല വാക്യം. ഈ മലയാളത്തിൽ അതത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ ഇംഗ്ലീഷിലത് നന്നായിട്ടിരിക്കും. ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവർക്കറിയാം. സദൃശ്യവാക്യം 29 2 വാക്യം.
നീതിമാൻ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോൾ ജനം ഇത് മലയാളം ആകെ നശിപ്പിച്ചു കേട്ടോ. നീതിമാൻ വർദ്ധിക്കുമ്പോൾ എന്നായി, അതുകൊണ്ടായിരിക്കും ഈ ചർച്ച് ഗ്രോത്ത് ഒക്കെ വന്നത്. നീതിമാൻ വർദ്ധിക്കുമ്പോൾ എന്നല്ല, നീതിമാൻ റൂൾ ചെയ്യുമ്പോൾ. നിങ്ങളുടെ കയ്യിൽ മലയാള ബൈബിൾ ഉണ്ടെങ്കിൽ അത് പേന വെച്ച് വെട്ടണം, ധൈര്യമായിട്ട് വെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. ഒരു പേന എടുത്ത വർദ്ധിക്കുമ്പോൾ എന്നുള്ളത് വെട്ടിയിട്ട് ഭരിക്കുമ്പോൾ, ആധിപത്യം നടത്തുമ്പോൾ, ഭരിക്കുമ്പോൾ എഴുതിയാൽ മതി. നീതിമാൻ ഭരിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. ഇന്നിപ്പോ നമുക്ക് ആർക്കാ സന്തോഷം? സത്യമായിട്ട് ആർക്കാ? കേരളത്തിലും ഇന്ത്യയിൽ ആരാ സന്തോഷിക്കുന്നത്? ഇന്ത്യയിൽ സന്തോഷിക്കുന്ന ഒരേ ഒരു ഗ്രൂപ്പ് ഭരണതലത്തിലിരിക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു മനുഷ്യനും സന്തോഷമില്ല. നീതിമാൻ ഭരിക്കുമ്പോൾ ജനത്തിന് സന്തോഷമാണ്. ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോൾ ജനം നെടുവീർപ്പിടുന്നു. ഇപ്പൊ ഇന്ത്യയില് ജനങ്ങൾ നെടുവീർപ്പിടുന്നതിന്റെ കാരണം ഭരിക്കുന്നവന്മാർ ദുഷ്ടന്മാരാണ്, അത്രേ ഉള്ളൂ. ഈ സിസ്റ്റത്തെ വിക്കഡ് പീപ്പിളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ദുഷ്ടന്മാർ. സത്യമാണ് അത്. ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ് വിക്കഡ്സ് ആർ റൂളിങ്. ദാറ്റ്സ് വൈ പീപ്പിൾ ആർ ഇൻ മോൺ. ജനങ്ങൾ മോൺ ചെയ്യുകയാണ്, നെടുവീർപ്പിടുക. നീതിമാൻ ഭരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ when the righteous take the system of the world, people will rejoice. So these all the verses are written for the people, for the kingdom people. So this is the word of Solomon. Hallelujah. നിങ്ങൾ വിചാരിക്കും ജോൺ ബ്രദർ എന്തിനാ ഈ ബൈബിള് വിട്ടിട്ട് പൊളിറ്റിക്കൽ കാര്യം? പൊളിറ്റിക്സ് ആണ്. ബൈബിൾ ഈസ് എ പൊളിറ്റിക്കൽ ബുക്ക് സർ. Bible is a political book. My Jesus is a politician. Jesus is a politician. I am a part of a very big kingdom. Unfortunately, many of our leaders നമ്മളെ എവിടെ കൊണ്ടിട്ട് അമർത്തി? ഒരു മതത്തിൻ്റെ കീഴിൽ കൊണ്ട് പള്ളിക്കകത്തിട്ട് അമർത്തി പൂട്ടി. We are saved from the world system. Hallelujah. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടാം. ഞാൻ കഴിയുമെങ്കിൽ ഒരു മണിക്കൂറിൽ നിർത്താൻ ശ്രമിക്കാം കേട്ടോ, ഇനി ഇത്തിരി ദൂരം പോകുന്നില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഭൂമി എന്ന് പറയുന്നതും ലോകം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ പ്ലാനറ്റാണ്, ഫിസിക്കൽ പ്ലാനറ്റാണ്. എർത്ത് എന്ന്, വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ എർത്തിനെ ഭരിക്കുന്ന പലതരത്തിലുള്ള ഇൻഫ്ലുവൻസിങ് ഫാക്ട്സ് ഉണ്ട്, റൂളിങ് അതോറിറ്റീസ് ഉണ്ട്. അതാണ് വേൾഡ്. അതൊരു റിലീജിയസ് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് ഡാർക്ക്നെസ് ആണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം I'll teach you about what are the prefix of the kingdom of God, and day after tomorrow I'll teach you about what are the principles of transformation. നമുക്കത് പഠിക്കാം. ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. നാളെ നിങ്ങൾ മിസ് ചെയ്യരുത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഫുള്ള ഒരു ലൈവ് നാളെ വേഗത്തിൽ നമുക്ക് വരാം. ഒത്തിരി ഇൻട്രൊഡക്ഷനൊന്നും പോകാതെ ഡയറക്റ്റ് ഞാൻ ക്ലാസ്സിലേക്ക് തന്നെ പോകും. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾ പലരും മനസ്സ് തുറന്ന് ഈ മിനിസ്ട്രിയെ നന്നായിട്ട് നിങ്ങളുടെ കഴിവിൽ സഹായിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിലും വളരെ നന്ദിയുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ആരുടെയും പേരുകൾ പരാമർശിക്കുന്നില്ല. നിങ്ങളുടെ സഹകരണത്തിന്, കൂട്ടായ്മകൾക്ക്, പ്രാർത്ഥനകൾക്ക്, നല്ല വാക്കുകൾക്ക്, പ്രോത്സാഹനങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. നിശ്ചയമായിട്ടും നിങ്ങൾ ചില ആളുകൾ വളരെ മനോഹരമായ നിലയിൽ ഈവൻ സാമ്പത്തികമായിട്ടും നമ്മുടെ ശുശ്രൂഷകളെ സഹായിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാനിത് പറയുന്നതിന് കാരണം ഈ ലൈവിലൂടെ മാത്രമാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. എങ്കിലും അവർ ദൈവരാജ്യത്തോട് വലിയ കൂട്ടായ്മ, വളരെ ദേ ആർ ഹോണറിങ് മീ ആൻഡ് ഹോണറിങ് ഗാഡ് ആൻഡ് ഹോണറിങ് ദിസ് മിനിസ്ട്രി. അവരോടുള്ള സ്നേഹവും ഞാൻ ഈ ധരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മേ ദ റിച്ച്ലി ബ്ലെസ് യു ഓൾ. നമുക്ക് നാളെ വീണ്ടും അടുത്ത ഒരു റലവുമായിട്ട് വരാം. ഈ തിരുവെഴുത്തുകൾ നിങ്ങളുടെ ധ്യാനമാകട്ടെ, നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കട്ടെ. ഗുഡ് നൈറ്റ്. ജോസഫ് മാത്യു, സുജിത്ത് ഫ്രം ദ ബിഗിനിങ് ഉണ്ടായിരുന്നു. മിനി സിസ്റ്റർ, പ്രൈസ് ലോട്ട്. സുജിത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. അജി കുമാർ, ബിന്ദു, ബിനു കുമാർ,
ഷാജി ബന്നി, രജനി സിസ്റ്റർ അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓൾ. ഡിയോൾ പൗലോസ്, സാംബി ജേക്കബ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ധാരാളം പേരുണ്ടായിരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. ബ്ലെസ് യു.